അസ്സലാമു അലൈക്കും, ഗുഡ് ആഫ്റ്റർനൂൺ. ഇന്ന് നമ്മുടെ ഈ ഒരു പ്രോഗ്രാം അക്യുപഞ്ചർ അക്കാഡമി മലപ്പുറം ബ്രാഞ്ചിലെ വിദ്യാർത്ഥികൾ സംഘടിപ്പിച്ച ഈ ഒരു പ്രോഗ്രാം മരുന്നില്ലാതെ ജീവിതം സാധ്യമോ എന്ന പ്രോഗ്രാമിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞു. ഉദ്ഘാടകൻ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട കാര്യം എല്ലാവരുടെയും മനസ്സിലുണ്ടാകണമെന്ന് ഞാൻ അതിയെ ആഗ്രഹിക്കുകയാണ്, ആശിക്കുകയാണ്. എന്തെന്ന് വെച്ചാൽ, ഒട്ടേറെ കച്ചവട സാധ്യതയുള്ള ഒരു സമൂഹമാണ് മലയാളികളെങ്കിൽ ആരോഗ്യം വെച്ച് കച്ചവടം ചെയ്യാൻ അനുവദിക്കരുത്, അല്ലെങ്കിൽ മനുഷ്യൻ്റെ ശരീരം വെച്ച് കച്ചവടം ചെയ്യാൻ അനുവദിക്കില്ല എന്നുള്ളത്. നമ്മെ സംബന്ധിച്ച് നാം എല്ലാവരും മലയാളികളായതുകൊണ്ട് തന്നെ നമ്മുടെ ഒട്ടേറെ സവിശേഷതകൾ നമ്മൾക്കുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട സവിശേഷതയാണ് നമ്മൾക്ക് അക്ഷരാഭ്യാസമുണ്ട് എന്നുള്ളത്. തീർച്ചയായും അക്ഷരാഭ്യാസം നമ്മുടെ മുഖമുദ്രയാണ്. കേരളത്തിൽ ചികിത്സാ മേഖല ഒരുപാട് ഉന്നതിയിലെത്തി എന്ന് എല്ലാവർക്കും അറിയാം. ഒട്ടേറെ വിഷയങ്ങളിൽ മലയാളികൾ വളരെ ഔന്നത്യത്തിൽ തന്നെയാണ് ഉള്ളത് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. പക്ഷേ MLA സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ ദുഃഖകരമായ ഒരു സത്യമാണ്, ഏറ്റവും കൂടുതൽ പ്രമേഹ രോഗികൾ ഉള്ള സംസ്ഥാനം കേരളമാണ്. ഒട്ടേറെ കിഡ്നി പേഷ്യൻ്റ് രോഗികൾ നമ്മുടെ കേരളത്തിലുണ്ട്. ഇത് പിടിക്കും കുറച്ചങ്ങ് കുറച്ചോ. കുറച്ചുകൂടെ കൂടെ മതി. നമ്മുടെ മലയാളികൾ എന്ന ഒരു ബോധം, നാം മലയാളിയാണ് എന്ന ബോധം നമ്മിൽ ഒട്ടേറെ സവിശേഷതകൾ കൊണ്ടുണ്ടായ ഒരു ബോധമാണത്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത നാം സാക്ഷരരാണ് എന്നുള്ളത് തന്നെയാണ്. പക്ഷേ നിർഭാഗ്യവശാൽ ചികിത്സാ മേഖലയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ സാക്ഷരത എന്ന് പറയുന്ന ആ ഒരു ഭാഗം, അതൊരിക്കലും സാക്ഷരതയ്ക്ക് ഭൂഷണമാണോ എന്ന് നാം സ്വയം ചിന്തിക്കേണ്ടതുണ്ട്. എന്ന് വെച്ചാൽ, സാക്ഷരരായ മലയാളികളിലാണ് ഏറ്റവും കൂടുതൽ പ്രമേഹ രോഗികളുള്ളത്, സാക്ഷരരായ മലയാളികളിലാണ് ഏറ്റവും കൂടുതൽ തൈറോയ്ഡ് രോഗികളുള്ളത്, സാക്ഷരരായ മലയാളികളുടെ കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ ക്യാൻസർ രോഗികളുള്ളത്, ഏറ്റവും കൂടുതൽ ഡയാലിസിസ് സെൻ്ററുകൾ, കിഡ്നി തകരാറിലായതിൻ്റെ പേരിൽ ഡയാലിസിസ് സെൻ്ററിനെ ആശ്രയിക്കുന്ന മനുഷ്യരുള്ളത് എന്നൊക്കെയുള്ള വാർത്തകൾ എന്നുള്ള വസ്തുത, അക്ഷരാർത്ഥത്തിൽ ഇതൊക്കെ സാക്ഷരതയുടെ അടയാളമാണോ എന്ന് നാം സ്വയം വിലയിരുത്തുകയും ചിന്തിക്കുകയും ചെയ്യേണ്ടതുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് മരുന്നില്ലാതെ ജീവിതം സാധ്യമോ എന്ന ഒരു ക്യാപ്ഷനിൽ, ഒരു തലക്കെട്ടിൽ ഒരു സെമിനാർ ഇന്നിവിടെ മലപ്പുറം ടൗൺ ഹാളിൽ അക്യുപഞ്ചർ അക്കാഡമി മലപ്പുറം ബ്രാഞ്ചിലെ വിദ്യാർത്ഥികൾ ഒരുക്കിയിട്ടുള്ളത്. ഈ സദസ്സിൽ വന്ന ഓരോ ആളുകളും എനിക്ക് പറയാനുള്ളത്, രോഗങ്ങൾ നമ്മുടെ സമ്മതമില്ലാതെ നമ്മെ പ്രയാസപ്പെടുത്താറുണ്ട്, നമ്മുടെ അറിവില്ലാതെ നമ്മെ അസ്വസ്ഥപ്പെടുത്താറുണ്ട്. ഈ അസ്വസ്ഥതകൾ ഉണ്ടാകുമ്പോഴൊക്കെ തന്നെ ഏതെങ്കിലും ഒരു മരുന്ന്, ആയുർവേദ മരുന്നോ ഹോമിയോ മരുന്നോ യുനാനി മരുന്നോ ഏതെങ്കിലും ഒരു മരുന്ന് ഉപയോഗിച്ച് ചികിത്സിക്കുന്ന രീതി പണ്ടേ നാം അവലംബിക്കുന്നുണ്ടെങ്കിൽ അതിനെന്താ കാരണം? നമുക്കറിയാം, മരുന്ന് കഴിച്ചെങ്കിലേ രോഗം സുഖപ്പെടൂ എന്ന് വിശ്വസിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഞാൻ അക്യുപഞ്ചർ ചികിത്സയിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് ഒരു മരുന്ന് മാനുഫാക്ചറിങ് കമ്പനിയിൽ ചെന്നൈയിൽ ജോലി ചെയ്യുന്ന ആളായിരുന്നു. മരുന്നില്ലാതെ രോഗം സുഖപ്പെടുമെന്ന് മരുന്ന് കമ്പനി നടത്തുന്ന, അല്ലെങ്കിൽ മരുന്നുമായി അല്ലെങ്കിൽ ഏതെങ്കിലും മെഡിക്കൽ സെക്ടറുമായി പ്രവർത്തിക്കുന്ന ഒരാളോട് പറഞ്ഞാൽ
സ്വാഭാവികമായും അയാളുടെ മനസ്സിലുണ്ടാകുന്ന ഒരു പുച്ഛം, മരുന്നില്ലാതെ രോഗം മാറിയേ, ഇതെന്താ മന്ത്രവാദോ, ഇതെന്താ ഉറുക്കുകെട്ടലോ? ഈ ഒരു പുച്ഛം തന്നെയായിരുന്നു തുടക്കത്തിൽ എനിക്കും ഉണ്ടായിരുന്നത്. ഒരുപക്ഷെ ഞാൻ മനസ്സിലാക്കുന്നു പൊതുവെ മലയാളികളുടെ ഒരു മനോഭാവം അങ്ങനെ തന്നെയാണ്. രോഗം മരുന്നില്ലാതെ മാറുമെന്ന് ആര് പറഞ്ഞാലും അതിനെ അംഗീകരിക്കാനുള്ള ഒരു വൈമനസ്യം സ്വാഭാവികമായി എല്ലാ മലയാളികളിലും ഉണ്ടാകാറുണ്ട്. ഇത് ഒരു സ്വാഭാവികമായ ഒരു കാര്യം മാത്രമാണ്, ഇത് ആരുടെയും കുഴപ്പമല്ല. അതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മളൊക്കെ മലയാളം എന്ന ഭാഷ, ഇപ്പം ഞാൻ ഏറ്റവും ആദ്യം ഉമ്മ എന്നാണോ അല്ലെങ്കിൽ വാപ്പ എന്നാണോ ഞാൻ ഉപയോഗിച്ച ഏറ്റവും ആദ്യത്തെ വാക്ക് ചോദിച്ചാൽ എനിക്ക് ഓർമ്മയില്ല. അല്ല, നിങ്ങൾക്ക് ആർക്കും ഓർമ്മയുണ്ടാവില്ല അല്ലേ? നിങ്ങൾ ആദ്യം ഉച്ചരിച്ച പദം അച്ഛൻ എന്നാണോ അല്ലെങ്കിൽ അമ്മ എന്നാണോ അല്ലെങ്കിൽ വാപ്പ എന്നാണോ ഉമ്മ എന്നാണോ ആർക്കും ഓർമ്മയുണ്ടാവില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, ഇതേപോലെ നമ്മൾക്ക് ഓർമ്മ പോലും ഇല്ലാത്ത കാലത്ത് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള മരുന്നുകൾ, ആയുർവേദ മരുന്നോ ഹോമിയോ മരുന്നോ യുനാനി മരുന്നോ സിദ്ധ മരുന്നോ അലോപ്പതി മരുന്നോ ഏതെങ്കിലും മരുന്ന് കഴിച്ച് മാത്രം രോഗം സുഖപ്പെട്ട അനുഭവമാണ് വളർന്നു വരുന്ന നാം ഓരോരുത്തരും കണ്ടത്, അനുഭവിച്ചത്. അതുകൊണ്ട് തന്നെ മരുന്നില്ലാതെ രോഗം സുഖപ്പെടുമെന്ന് കേൾക്കുമ്പോൾ മരുന്നില്ലാതെ ജീവിതം സാധ്യമാണ് ചോദ്യം തന്നെ വലിയ പ്രയാസമാണ്. ആളുകൾ ചോദിക്കാറുണ്ട്, ഈ കാലത്ത് മൊബൈൽ ഫോണിലാണ് ജീവിക്കാൻ സാധിക്കുമോ? ഒരിക്കലും ഇല്ല. അല്ല, ഈ കാലത്ത് വാഹനമില്ല ജീവിക്കാൻ സാധിക്കുമോ? ഒരിക്കലും ഇല്ല. അല്ല, ഈ കാലത്ത് ഇലക്ട്രിസിറ്റിയിലാണ് ജീവിക്കാൻ സാധിക്കുമോ? ഒരിക്കലും ഇല്ല. എന്ന് പറഞ്ഞ പോലെ തന്നെ ഈ കാലത്ത് മരുന്നില്ലാതെ ജീവിക്കാൻ സാധിക്കുമെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ കേരളത്തിൽ മരുന്നുകൾ ഇല്ലാത്ത വീടുകളുണ്ടോ എന്ന ചോദ്യമാണ് വളരെ പ്രസക്തമായിട്ടുള്ളത്. നമുക്കറിയാം, ഏതൊരു വീട്ടിലും ഉപ്പില്ലാതെ ഉണ്ടാവില്ല. പണ്ടൊരു സഞ്ചാരി ഒരു ഗ്രാമത്തിൽ വന്ന് ചോദിക്കുകയാണ്, ഈ വീട്ടിൽ ഉപ്പില്ലാത്ത, ഈ നാട്ടിൽ ഉപ്പില്ലാത്ത വീടുകളുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അദ്ദേഹം ഈ ചോദ്യം ഉന്നയിക്കുന്നതോട് ഉദ്ദേശിക്കുന്നത്, ഇവിടെ ദരിദ്രരുണ്ടോ, ഉപ്പ് പോലും വാങ്ങാൻ കഴിയാത്ത ദരിദ്രരുണ്ടോ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. അപ്പോൾ ഉപ്പ് പോലും വാങ്ങാൻ കഴിയാത്തവരുണ്ടെങ്കിൽ സ്വാഭാവികമായി ദരിദ്രരുണ്ട് എന്ന് അനുമാനിക്കാം. ഇതേപോലെ നമ്മുടെ കേരളത്തിൽ വന്നിട്ട് മരുന്നുകൾ ഇല്ലാത്ത വീടുകളുണ്ടോ എന്ന് ചോദ്യം ചോദിക്കുകയാണെങ്കിൽ സത്യസന്ധമായി എത്ര പേർക്ക് എൻ്റെ വീട്ടിൽ മരുന്നില്ലെന്ന് പറയാൻ കഴിയും? മിക്കവാറും എല്ലാ വീടുകളിലും മരുന്നുകൾ ഒരു പ്രധാനപ്പെട്ട ഒരു ഇനമാണ്. ജീവിതത്തിലെ ഏറ്റവും വലിയ ബഡ്ജറ്റ്, ഒരു കുടുംബ ബഡ്ജറ്റ് നിങ്ങൾ പരിശോധിച്ചാൽ ഏറ്റവും കൂടുതൽ പണം ചെലവഴിച്ചു കൊണ്ടിരിക്കുന്നത് ചികിത്സക്കാണ്. മലയാളികൾ ഒട്ടേറെ പേർ പ്രവാസ ജീവിതം നയിച്ച് കോടികൾ കേരളത്തിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ഒഴുകിക്കൊണ്ടിരിക്കുന്ന കോടികളിൽ അധികവും വീടുണ്ടാക്കാനോ പുതിയ കച്ചവട സ്ഥാപനം തുടങ്ങാനോ അല്ലെങ്കിൽ മക്കളുടെ വിവാഹത്തിനോ അല്ല, മറിച്ച് ചികിത്സാ ചെലവുകൾക്ക് വേണ്ടി മാത്രമാണെന്ന് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും. ഇത്രയും കോടികൾ ചെലവഴിച്ച് ചികിത്സാ മേഖലയിൽ നാം ചികിത്സിച്ച് നാം എന്ത് നേടിയെന്ന് ചോദിച്ചാൽ ഒരു രോഗികളുടെ കേരളം നേടി എന്ന് മാത്രമേ പറയാൻ കഴിയുള്ളൂ. ഈ ഒരു സാഹചര്യത്തിലാണ് 10-15 വർഷം മുമ്പ് നമ്മുടെ കേരളത്തിൽ മരുന്നില്ലാത്തൊരു ചികിത്സക്ക് ഇവിടെ ഒരു അവസരമൊരുങ്ങിയത്. ഞാൻ ആദ്യം മനസ്സിലാക്കുന്നു, പ്രമേഹമായാലും പ്രഷറായാലും തൈറോയ്ഡായാലും യൂറിക് ആസിഡ് ആയാലും സന്ധിവേദനയായാലും നമ്മുടെ MLA പറഞ്ഞതുപോലെ ക്യാൻസറും കിഡ്നി രോഗങ്ങളും ഒക്കെ തന്നെ ഇന്ന് ജീവിതശൈലി രോഗങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. വാസ്തവത്തിൽ ജീവിതശൈലി രോഗങ്ങളായി അറിയപ്പെടുന്ന എല്ലാ രോഗങ്ങളും എന്തുകൊണ്ടുണ്ടാകുന്നു എന്നുള്ള തിരിച്ചറിവില്ലെങ്കിൽ ജീവിതശൈലി രോഗങ്ങളാണെന്ന് നമുക്ക് സമ്മതിക്കാം. പക്ഷേ എന്തുകൊണ്ടാണ് ഈ ജീവിതശൈലി രോഗങ്ങൾ ഉണ്ടാകുന്നത് നമുക്ക് തിരിച്ചറിവില്ലെങ്കിൽ പിന്നെ നമുക്ക് അറിവുണ്ട്, സാക്ഷരരാണ് എന്നൊക്കെ പറയുന്നതിൽ എന്തർത്ഥമെന്ന് ഞാനും നിങ്ങൾ സ്വയം ചിന്തിക്കണം, സ്വയം വിലയിരുത്തണം. വാസ്തവത്തിൽ ജീവിതശൈലി രോഗം തന്നെയാണ് എല്ലാമെങ്കിലും ഇപ്പം ഞാൻ എന്നെ പരിചയപ്പെടുത്തുമ്പോൾ പലപ്പോഴും ഞാൻ പറയാറുണ്ട്, ഞാനൊരു പ്രമേഹ രോഗ കുടുംബത്തിൽ ജനിച്ച വ്യക്തിയാണ്. എൻ്റെ ഉമ്മ, ഉപ്പ, എളാപ്പ, മൂത്താപ്പ, അമ്മാവന്മാരൊക്കെ തന്നെ ഒട്ടേറെ പ്രമേഹ രോഗികളാണ്. എൻ്റെ കുടുംബത്തിൽ ഒട്ടേറെ പ്രമേഹ രോഗികളുണ്ട്. അപ്പോൾ ഇത്രയും പ്രമേഹ രോഗികളെ ചെറുപ്പം മുതലേ കണ്ടു വളർന്ന എന്നെ സംബന്ധിച്ച് ജീവിതശൈലി രോഗത്തെപ്പറ്റി ഒട്ടേറെ ചിന്തകൾ ചെറിയ കുട്ടിയാകുമ്പോഴേ ഉടലെടുത്തിട്ടുണ്ട്. എനിക്കറിയാം, ചെറിയ കുട്ടിയാകുമ്പോൾ ഉമ്മ ചെറുപ്പത്തിലെ രാത്രി അരി ആഹാരം കഴിക്കില്ല. കാരണം ഉമ്മ പ്രമേഹ രോഗിയാണ്. അരിയാഹാരം കഴിക്കുന്നതുകൊണ്ട് പ്രമേഹം ഉണ്ടാകുന്നു എന്നുള്ള തിരിച്ചറിവാണ് അരിയാഹാരം കഴിക്കാതിരിക്കാനുള്ള കാരണം. പകരമായി ഗോതമ്പോ രാഗിയോ മുത്താറിയോ പ്രത്യേകിച്ച് ചപ്പാത്തി തന്നെയാണ് മിക്കവാറും പ്രമേഹ രോഗികൾ കഴിക്കാറുള്ളത്. കാരണം എന്താ? അരിയാഹാരം കഴിച്ചാൽ പ്രമേഹത്തിന് അപകടമാണ്, പ്രമേഹം വർദ്ധിക്കും. അല്ലെങ്കിൽ അരിയാഹാരം കഴിക്കുന്നത് കൊണ്ടാണ് പ്രമേഹം എന്ന രോഗമുണ്ടാകുന്നത് എന്ന പ്രചരണം, എന്ന
അഭിപ്രായം ഡോക്ടർമാരിലൂടെ ജനങ്ങൾക്ക് കിട്ടി. വാസ്തവത്തിൽ സത്യമാണെന്നറിയണമെങ്കിൽ അരിയാഹാരം അല്പം പോലും കഴിക്കാത്ത, എല്ലായ്പ്പോഴും ഗോതമ്പ് മാത്രം കഴിക്കുന്ന പഞ്ചാബിലൊന്ന് പോയാൽ മതി. പഞ്ചാബിൽ പോയാൽ അവിടെ ആരും അരിയാഹാരം കഴിക്കുന്നില്ല, അവിടെ ഗോതമ്പ് മാത്രമേ കഴിക്കുന്നുള്ളൂ. അപ്പോൾ ഗോതമ്പ് മാത്രം കഴിച്ചാൽ പ്രമേഹം ഉണ്ടാകുമോ എന്ന ചോദ്യം പഞ്ചാബിൽ പോയി അവസാനിക്കും. അവിടെയും ഒട്ടേറെ പ്രമേഹ രോഗികൾ പഞ്ചാബിലുണ്ട്. അവിടെ അന്വേഷിച്ചപ്പോൾ അവിടുത്തെ ഡോക്ടർമാരോട് പറയാം, നിങ്ങൾ ഗോതമ്പ് കഴിച്ചത് കൊണ്ടാണ് പ്രമേഹം ഉണ്ടായത്, ഇനി മേലാ ഗോതമ്പ് കഴിക്കേണ്ട, അരി കഴിച്ചാൽ മതി. എവിടെയാ കുഴപ്പം? എന്താ കുഴപ്പം? എവിടെയാ പ്രശ്നം? ഇവിടെയാണ് നമ്മൾ വ്യക്തമായി മനസ്സിലാക്കേണ്ടത്. ഞാനിത് പറയുമ്പോൾ ഞാൻ ചക്കയും മാങ്ങയും ഈത്തപ്പഴവും പോലെ തേൻ പോലെയുള്ള മധുരങ്ങൾ കഴിക്കാൻ പ്രമേഹ രോഗികളെ ഉപദേശിക്കുന്ന ആളാണ് ഞാൻ. നമ്മൾ എന്തിനാണ് പ്രമേഹ രോഗി മധുരം കഴിക്കാതിരിക്കുന്നത്? ഷുഗർ കൂടുമെന്ന കാരണം കൊണ്ടാണെങ്കിൽ എന്ത് കഴിച്ചാലാണ് ഷുഗർ എന്ന ഒരു സംഗതി ഉണ്ടാകുന്നത് എന്ന് അന്വേഷിച്ചാൽ അരി കഴിച്ചാലും ഉണ്ടാകും, ഗോതമ്പ് കഴിച്ചാലും ഉണ്ടാകും, പഴം കഴിച്ചാലും ഉണ്ടാകും, പച്ചക്കറി കഴിച്ചാലും ഉണ്ടാകും. മനുഷ്യൻ ആഹാരം എന്ന് പറയുന്ന എന്തെല്ലാം ഉണ്ടോ അതെല്ലാം കഴിച്ചാൽ ഷുഗർ ഉണ്ടാകും. പിന്നെ എന്തിനാ മധുരം ഒഴിവാക്കുന്നത്? എന്തിനാ അരി കുറക്കുന്നത്? ആർക്കും ഉത്തരവില്ല. വാസ്തവത്തിൽ നമ്മൾ എന്ത് ആഹാരം കഴിച്ചാലും ഗ്ലൂക്കോസ് എന്ന് പറയുന്ന ഉണ്ടാകുമെന്നാണ് സത്യമെങ്കിൽ പിന്നെ എന്തിനാണ് മധുരം ഒഴിവാക്കുന്നത്? അത് മാത്രമല്ല, ഞാൻ പലപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്, മതവേദ ഗ്രന്ഥങ്ങളിലൊക്കെ തന്നെ രോഗശമനം എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് തേൻ. ഞാൻ അങ്ങേയറ്റം ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്. ഒരുപക്ഷെ ഒട്ടേറെ ആളുകൾ തേൻ ഇഷ്ടപ്പെടുന്നുണ്ടാകാം. അതിന് കാരണം മതവേദ ഗ്രന്ഥങ്ങളിൽ ഖുർആൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഹിന്ദു മതവേദ ഗ്രന്ഥം, നമുക്കറിയാം ആയുർവേദം എന്നുള്ളത് ഒരിക്കലും ഒരു ചികിത്സാ പുസ്തകമല്ല, അതൊരു വേദഗ്രന്ഥമാണ്. ഹിന്ദു മത വേദഗ്രന്ഥങ്ങളായ അഥർവവേദം, യജുർവേദം, ഋഗ്വേദം, സാമവേദം പോലെയുള്ള 4 വേദങ്ങളിൽ ഋഗ്വേദത്തിൻ്റെ ഉപവേദമാണ് ആയുർവേദം. ആ ആയുർവേദ പുസ്തകത്തിൽ തേൻ രോഗശമനമാണെന്ന് വളരെ വ്യക്തമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഖുർആനിൽ എല്ലാവർക്കും അറിയാം അല്ലെ, ഒരുപാട് മുസ്ലിങ്ങളെ കാണുന്നു ഇവിടെ അല്ലേ. ഖുർആനിൽ ഒരു അധ്യായത്തിൻ്റെ പേര് തന്നെ തേനീച്ച എന്നാണ്. മനുഷ്യൻ അനുഭവിക്കുന്ന എല്ലാ രോഗങ്ങൾക്കും തേൻ രോഗശമനമാണെന്നുള്ള സത്യം ഒരാൾ വിശ്വസിക്കുകയും തേൻ കഴിക്കുകയും തേൻ രോഗശമനമാണോ എന്ന് അന്വേഷിക്കുകയും ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, പ്രമേഹ രോഗിക്ക് തേൻ കൊടുത്തു നോക്കും, എന്നിട്ട് ഷുഗർ പരിശോധിക്കും, ഷുഗർ കൂടി കണ്ടു കഴിഞ്ഞാൽ സൂക്കേട് കൂടി എന്ന് പറയും ചെയ്യും. പ്രമേഹ രോഗി തേൻ കഴിക്കാൻ പാടുണ്ടോ? ഞാനിത് പറയുമ്പോൾ ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് ഉമ്മയോർക്കും, കാരണം ഞാൻ പറഞ്ഞത് ഞാൻ ചെറുപ്പം മുതലേ പ്രമേഹ രോഗിയുടെ കൂടെ എൻ്റെ ഉമ്മയും ഉപ്പയും ഒക്കെ പ്രമേഹ രോഗിയായിരുന്നു. പ്രമേഹ രോഗികളെ ശ്രദ്ധിച്ചറിയാം നിങ്ങൾക്ക്. മധുരം കഴിക്കാൻ പാടില്ലെന്ന് പറയും, പക്ഷേ പ്രമേഹ രോഗി മധുരം കഴിക്കാറുണ്ടോ? മധുരം കഴിക്കാത്ത പ്രമേഹ രോഗികൾ ഉണ്ടാവില്ല. ഒന്നെങ്കിൽ കട്ട് മധുരം കഴിക്കും, അല്ലെങ്കിൽ കക്കാതെ മധുരം കഴിക്കും. എൻ്റെ വല്ലുപ്പ അങ്ങനെയായിരുന്നു, തേൻ കഴിക്കും. ആൾക്കാർ ചോദിക്കും, എല്ലാ ആചാര്യങ്ങൾക്ക് പ്രമേയമല്ലേ, നിങ്ങൾ മധുരം കഴിക്കുകയാണെന്ന് ചോദിക്കും. ആ വല്ലുപ്പയുടെ വിശ്വാസം എന്താണ്? തേൻ രോഗശമനമാണ്. ആരുടെ വാക്കിനും പരിഗണിക്കില്ല, തേൻ കഴിക്കും. ഉമ്മയോ ആരും കാണാതെ, മക്കൾ കാണാതെ കട്ടും പാത്തും മധുരം കഴിക്കും. ആ മക്കള് ഉമ്മാനെ കളനെ പിടിക്കുന്ന പോലെ പിടിക്കും. എല്ലാ ഉമ്മങ്ങൾക്ക് പ്രമേഹമല്ലേ, നിങ്ങൾ എന്തിനാ മധുരം കഴിക്കുന്നത്? ഡോക്ടർ മധുരം കഴിക്കണ്ടെന്ന് പറഞ്ഞതല്ലേ. അപ്പോൾ ഉമ്മ തിരിച്ചു ചോദിക്കും, എത്ര കാല പ്രമേഹം എന്ന് പറഞ്ഞ് മധുരം കഴിക്കാണ്ടിരിക്കുക? ഒരു ദിവസമോ, ഒരാഴ്ചയോ, ഒരു മാസമോ? എത്ര കാലമാണ് മധുരം കഴിക്കാണ്ടിരിക്കുക? തേൻ രോഗശമനമാണെന്ന് പറയുമ്പോൾ എന്തുകൊണ്ടായിരിക്കും തേൻ കഴിക്കുമ്പോൾ ഷുഗർ കൂടുന്നത് എന്ന് നാം പഠിക്കാനും ചിന്തിക്കാനും ശ്രമിക്കുന്നില്ല. മറിച്ച് ഏറ്റവും ചുരുങ്ങിയത് ഖുർആനും അതുപോലെ മറ്റ് മതവേദഗ്രന്ഥങ്ങളും രോഗശമനം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഷുഗറിൻ്റെ അളവ് കുറയൽ തന്നെ ആണോ എന്നെങ്കിലും ഒന്ന് അന്വേഷിക്കേണ്ടതില്ലേ? രോഗം എന്നതുകൊണ്ട് മതവേദ ഗ്രന്ഥങ്ങളൊക്കെ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഷുഗർ കുറയലാണോ രോഗശമനം? പ്രഷർ കുറയലാണോ രോഗശമനം? തൈറോയ്ഡ് കുറയലാണോ രോഗശമനം? സന്ധിവേദന നോക്കൂ നിങ്ങൾ, ഓരോ അളവുകോലുകളും അത് കുറയണമെന്നുള്ള വിശ്വാസമാണ് ഇന്ന് ജനങ്ങളെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്, ഇന്ന് ജനങ്ങളെ അസ്വസ്ഥപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഷുഗർ പരിശോധിച്ചു, ഒരാൾക്ക് 600 കിട്ടി, എന്താ സംഭവിക്കും? ഒരു അസ്വസ്ഥതയുമില്ലാത്ത ഒരു വ്യക്തി ഷുഗർ പരിശോധിച്ചപ്പോൾ 600 കിട്ടിയപ്പോൾ ആ വ്യക്തിയുടെ മക്കൾ അക്യുപങ്ക്ചർ പഠിച്ച ഒരു കുടുംബമായതുകൊണ്ട്
വരുന്ന ക്ലാസ്സുകളിലൊക്കെ തന്നെ അക്യുപങ്ക്ചറുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെ പറ്റി വ്യക്തമായി മനസ്സിലാക്കിയ ആളുകളായതുകൊണ്ട് ഷുഗർ 600 കണ്ട് അവരാരും ഭയപ്പെട്ടില്ല. എന്നാൽ അക്യുപങ്ക്ചറിനെ പറ്റി ഒന്നും അറിയാത്ത ഒരു വ്യക്തി, അതിനെപ്പറ്റി ഒരു വിവരമില്ലാത്തൊരു വ്യക്തി, അയാൾ ഷുഗർ പരിശോധിച്ചപ്പോൾ 350 കണ്ടപ്പോൾ, ഷുഗറിൻ്റെ അളവ് 350 ആണെന്ന് കണ്ടപ്പോൾ തല ഇറങ്ങി വീണു. ഷുഗറിൻ്റെ അളവ് 350 ആണെന്ന് കണ്ടപ്പോൾ തല ഇറങ്ങി വീണു. ഈ തലകറങ്ങി വീഴ്ച ഞാൻ അന്വേഷിച്ചു. എപ്പോഴാണ് ഷുഗർ പരിശോധിച്ചത്? രാവിലെ ഷുഗർ പരിശോധിച്ചു. എന്തിനാണ് ഷുഗർ പരിശോധിച്ചത്? അതിങ്ങനെ വെറുതെ പരിശോധിച്ചു, അസ്വസ്ഥ ഉണ്ടായി പരിശോധിച്ചത്, വെറുതെ പരിശോധിച്ചതാണ്. ഭാര്യനെ കൊണ്ട് ചികിത്സയ്ക്ക് പരിശോധനയ്ക്ക് പോയപ്പോൾ അവിടെ ചില്ലറ ഉണ്ടായിരുന്നില്ല, ചില്ലറ ഒപ്പിക്കാൻ വേണ്ടി പരിശോധിച്ചതാണ്. റിസൾട്ട് കിട്ടിയത് വൈകുന്നേരമാണ്, ഉച്ചയ്ക്ക് ശേഷം. റിസൾട്ട് കണ്ട ഉടനെ ആൾ അസ്വസ്ഥപ്പെട്ടു. 350, പടച്ച റബ്ബേ, ഷുഗർ വല്ലാതെ കൂടിപ്പോയെന്ന് പറഞ്ഞ് തലകറങ്ങി വീണു. ഇതേപോലത്തെ തലകറക്കവും വീഴ്ചയും പഴമക്കാരിൽ ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് അന്വേഷിച്ച് അറിയാൻ പറ്റും. അതിങ്ങനെയെന്നറിയോ? അവർ രാവിലെ പുറത്തിറങ്ങുമ്പോൾ അവരുടെ മുമ്പിലൂടെ ഒരു കറുത്ത പൂച്ച കുറുകെ ചാടിക്കഴിഞ്ഞാൽ ചില ആൾക്ക് വലിയ പ്രയാസമാവും. അങ്ങനെ കേട്ടിട്ടുണ്ടോ നിങ്ങൾ? എല്ലാവർക്കും അല്ലേ? ചില ആൾക്ക് പ്രയാസമാവും. ആർക്കാ പ്രയാസമാവെന്നറിയോ? ആ കറുത്ത പൂച്ച കുറുകെ ചാടിയാൽ അന്നെൻ്റെ ദിവസം നശിച്ചു, ഞാൻ കുടുങ്ങി, എനിക്ക് വരുന്നെല്ലാം കുഴപ്പമായിരിക്കുമെന്ന് വിശ്വസിക്കുന്ന ഒരാൾക്ക് ഉറപ്പായിട്ട് പ്രയാസമാകുമെന്ന് പറയുന്ന പോലെ തന്നെയാണ് ഷുഗർ പരിശോധിച്ചിട്ട് ഷുഗറിൻ്റെ അളവ് അത് കൂടുമ്പോൾ അത് അയാൾക്ക് അസ്വസ്ഥ ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്ന ആൾക്ക് മാത്രം അസ്വസ്ഥ ഉണ്ടാകും, എല്ലാത്തിനും ഒരു കുഴപ്പമുണ്ടാവില്ല. എനിക്കറിയാം, 15-16 വർഷമായിട്ട് എപ്പം ഷുഗർ പരിശോധിച്ചാലും 400-450 ഉണ്ടായിട്ട് ഒരു മരുന്നും കഴിക്കാതെ മധുരം കഴിക്കുന്ന ഒരു അസ്വസ്ഥയും അനുഭവിക്കാത്ത ആൾ എനിക്കറിയാം. എന്നാൽ ഷുഗർ പരിശോധിച്ച് 250-300 കാണുമ്പോഴേക്ക് തല കറങ്ങി വീഴുന്ന ആളെ എനിക്കറിയാം. ഷുഗർ പരിശോധിച്ച് 400-450 വർഷങ്ങളായി ഉണ്ടായിട്ടും അസ്വസ്ഥത ഇല്ലാത്ത ആളെയും എനിക്കറിയാം. ഷുഗർ പരിശോധിച്ച് 300-350 കാണുമ്പോഴേക്ക് തലകറങ്ങി വീഴുന്ന ആളെ എനിക്കറിയാം. ഈ തലകറങ്ങി വീഴാനുള്ള കാരണം ഷുഗറാണെന്ന് അവർ വിശ്വസിക്കുന്നു എന്നുള്ളത് തന്നെയാണ് കാരണം. ഏതുപോലെ ചോദിച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു കറുത്ത പൂച്ച രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ കുറുകെ ചാടിയാൽ എൻ്റെ ദിവസം അവസാനിച്ചു എന്ന് വിശ്വസിക്കുന്ന ഒരാൾക്ക് സ്വാഭാവികമായും ആ ദിവസം മുഴുവൻ കുഴപ്പമായിരിക്കും. ആ കുഴപ്പത്തിന് കാരണം പൂച്ച ചാടിയതല്ല, ഇയാളെ വിശ്വാസമാണ് എന്ന് അയാൾക്ക് മനസ്സിലാവുണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടത്. അങ്ങനെ കുഴപ്പമാകുന്ന ആളും നമ്മുടെ നാട്ടിലുണ്ട്, കുഴപ്പമാകാത്ത ആളും നമ്മുടെ നാട്ടിലുണ്ടെന്ന് പറയുമ്പോൾ ആർക്കാ കുഴപ്പമുണ്ടാവുമെന്ന് ചോദിച്ചാൽ അത് വിശ്വസിക്കുന്ന കുഴപ്പമുണ്ടാകും, ആർക്ക് കുഴപ്പമുണ്ടാവില്ലെന്ന് ചോദിച്ചാൽ അത് വിശ്വസിക്കാത്ത ഒരു കുഴപ്പമുണ്ടാവില്ല. നമ്മളെ മനസ്സിലുള്ള തെറ്റിദ്ധാരണകളും നമ്മളെ മനസ്സിലുള്ള തെറ്റായ വിവരങ്ങളും തെറ്റായ വിശ്വാസങ്ങളും നമ്മൾക്കുണ്ടാക്കുന്ന അസ്വസ്ഥതകൾ ഒട്ടേറെയാണ്. ഇതാണ് ജീവിതശൈലി രോഗത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം. ആരോഗ്യമുണ്ടാകാൻ ഒട്ടേറെ ആഹാരം കഴിക്കണം, ആരോഗ്യമുണ്ടാകാൻ വയറ് നിറച്ചും ആഹാരം കഴിക്കണം, ആരോഗ്യമുണ്ടാകാൻ സമയാസമയം ആഹാരം കഴിക്കണം, ആരോഗ്യമുണ്ടാകാൻ നല്ല ആരോഗ്യമുള്ള ആൾ എന്താ കഴിക്കുന്നത് അത് നോക്കി അതുപോലെ കഴിക്കണം എന്ന രൂപത്തിലുള്ള ആഹാരശീലമാണ് ഇന്ന് നമ്മുടെ ആഹാരശീലമായി മാറിപ്പോയിട്ടുള്ളത്. ഇതാണ് യഥാർത്ഥത്തിൽ ജീവിത ശൈലി രോഗത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. പഴയ കാലത്ത് മനുഷ്യർ ഒട്ടേറെ അധ്വാനിച്ചിരുന്നു, യാത്ര ചെയ്തിരുന്നു, കഠിനാധ്വാനം ചെയ്തിരുന്നു. ഇപ്പം എനിക്കറിയാം, ഞാൻ ചോദിക്കാറുണ്ട് 60-80 പ്രായമുള്ള ആളുകളോട്, നിങ്ങളുടെ വിവാഹ ദിവസം നിങ്ങൾ ഭാര്യ വീട്ടിലേക്ക് എങ്ങനെയാണ് പോയത്? നടന്നു പോയിട്ടുണ്ടാകും, 6-7 കിലോമീറ്റർ നടന്നു പോയിട്ടുണ്ടാകും. അപ്പം പുതിയാപ്പിള നടന്നു പോയ ദിവസമാണെങ്കിൽ നിത്യജീവിതത്തിൽ എപ്പോഴും നടന്നേ പോയിട്ടുണ്ടാവുള്ളൂ അയാൾ. ഇന്ന് ദിനേന 6 കിലോമീറ്റർ നടക്കുന്ന ആരെങ്കിലും നമ്മുടെ നാട്ടിലുണ്ടോ? എവിടെ? സ്വന്തം വീട്ടിൻ്റെ മുറ്റന്ന് ബൈക്കിലോ കാറിലോ ഇറങ്ങിയിട്ട് കടയിലോ പള്ളിയിലോ എവിടെയാണ് പോകേണ്ടത് അവിടം വരെ കാറിൽ യാത്ര ചെയ്യുന്ന അല്പം പോലും ഉപയോഗിക്കാത്തൊരു സാധനം നമുക്ക് ശരീരം എന്നുള്ളത്, അല്ലേ? ആരെങ്കിലും വ്യായാമം വേണ്ട, ശരീരം കൃത്യമായി ഉപയോഗിക്കുന്നുണ്ടോ? സാധാരണ ഹജ്ജിന് ഉംറയ്ക്ക് പോകുമ്പം അവിടെ പോയി തവാഫ് ചെയ്യുന്ന ആൾ ഇവിടെ വന്നാൽ പിന്നെ എവിടെയും തവാഫ് ചെയ്യാനില്ല. ഞാൻ മനസ്സിലാക്കുന്നത്, ഏതൊരു മനുഷ്യനും അയാൾക്ക് ജീവിതശൈലി രോഗം എന്ന രോഗം വരരുത് എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കൃത്യമായി അയാൾക്ക് സാധിക്കും. എങ്ങനെയെന്ന് ചോദിച്ചാൽ, വിശപ്പ് നോക്കി ആഹാരം കഴിക്കുക എന്ന ഒറ്റ ശീലം ഫോളോ ചെയ്താൽ മതി.
വിശപ്പുണ്ടെങ്കിൽ മാത്രം ആഹാരം കഴിക്കുക, വിശപ്പില്ലെങ്കിൽ ആഹാരം കഴിക്കണ്ട, സമയാസമയം ആഹാരം കഴിക്കണ്ട. സമയാസമയം ആഹാരം കഴിക്കുന്നതാണ് ഇന്നത്തെ ജീവിതശൈലി രോഗത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണം. ഈ കാരണം ഏതെങ്കിലും വ്യക്തി തിരിച്ചറിഞ്ഞോ അയാൾ രക്ഷപ്പെട്ടു, അയാൾക്ക് രോഗം വരില്ല. ഞാൻ പറയും എനിക്ക് പ്രമേയം വരില്ല. എൻ്റെ അമ്മ ഒരു ദിവസം ചോദിക്കുക എൻ്റെ അടുത്ത്, എന്താണ് നിനക്ക് മാത്രം പ്രമേയം വരാത്തത്? കാരണം ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ കുടുംബത്തിൽ ഉമ്മ, ഉപ്പ, എളാപ്പ, മൂത്താപ്പ, അമ്മാവൻ, അമ്മായി തുടങ്ങി ജ്യേഷ്ഠന്മാർ വരെ പ്രമേയ രോഗികളുണ്ട്. എന്താ കാരണം? അവർ ഷുഗർ പരിശോധിക്കും, ഞാൻ ഷുഗർ പരിശോധിക്കില്ല. ഇനി പരിശോധിക്കേണ്ട ആവശ്യം വന്നാൽ പോലും ഞാനതിനെ കണ്ട് ഭയപ്പെടില്ല. അത് മാത്രമല്ല, വിശക്കുമ്പോൾ മാത്രം ആഹാരം കഴിക്കുക എന്ന് പറയുന്ന തത്വം, അത് തത്വമല്ല, നമ്മൾ ജീവിതത്തിൽ ഫോളോ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മളെന്താ ചെയ്യുന്നത്? രാവിലെ ആഹാരം കഴിക്കും. പലരും തഹജ്ജുദിന് എണീച്ചിട്ട് അപ്പം കഴിക്കും, ഈത്തപ്പഴം വെള്ളം കുടിക്കും. തഹജ്ജുദിന് സുബഹി നിസ്കാരം കഴിഞ്ഞാൽ പിന്നെ പഴംപൊരി അല്ലെങ്കിൽ മുറുക്ക് അല്ലെങ്കിൽ കോഴിമുട്ട, ചായ, പാൽച്ചായ, കട്ടൻ ചായ, റിസ്ക് ഒക്കെ ഉണ്ടാവും അല്ലേ? അത് കഴിഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റ് വരെ 11 മണിക്ക് ചായയും കടിയും അല്ലേ? കടിയില്ലാതെ ചായ കുടിക്കുന്നതിനെക്കാട്ടി നല്ല കടിയില്ലാതെ കുടിക്കാതെ മരിക്കുക എന്നല്ലെന്ന് അവിടെ തിരുവോട് പറയുന്നത് കേൾക്കാം. 1 മണിക്ക് 2 മണിക്ക് ചോറ്, 4 മണിക്ക് വീണ്ടും ചായയും കടിയും, 6 മണിക്ക് ഷവർമയും ജ്യൂസും, 8 മണിക്ക് 9 മണിക്ക് വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ വിശക്കുണ്ടാവില്ല. ഭാര്യ പറയും ചോറെടുത്ത് വെച്ചിട്ടുണ്ട് കഴിച്ചോളി എന്ന് പറയും. അപ്പോൾ അയാൾ വിശക്കുന്നില്ല എന്ന് പറഞ്ഞാൽ കുഴപ്പമാവും. വിശക്കുന്നില്ലെങ്കിൽ കഴിക്കും. സത്യത്തിൽ എന്തിനാണ് നമ്മൾ ആഹാരം കഴിക്കേണ്ടത്? വിശപ്പകറ്റാനാണ് ആഹാരം കഴിക്കേണ്ടത് എന്ന പ്രാഥമികമായ അറിവില്ലാത്തതിൻ്റെ അനന്തരഫലമാണ് ഇന്ന് മലയാളി അനുഭവിക്കുന്ന ജീവിത ശൈലി രോഗത്തിൻ്റെ യഥാർത്ഥ കാരണം. ഈ കാരണം എന്നെ പിടികൂടാൻ പാടില്ല, ഈ ഒരു പ്രശ്നം എനിക്ക് വരാൻ പാടില്ല എന്ന് നിങ്ങൾ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒന്നാമത്തെ ഉപദേശത്രേ ഉള്ളൂ: വിശക്കുമ്പോൾ മാത്രം ആഹാരം കഴിക്കുക, വിശപ്പില്ലെങ്കിൽ ആഹാരം കഴിക്കേണ്ട എന്ന തത്വം. ഈ തത്വം പുതിയതല്ല, ഇത് വളരെ പഴയതാണ്. പ്രവാചകൻ പഠിപ്പിച്ച തത്വമായി നിങ്ങൾക്ക് കാണാൻ കഴിയും. തിരുക്കൂറൽ എന്ന് പറയുന്ന തമിഴ്നാട്ടിൽ വളരെ പ്രസിദ്ധിയാർജിച്ച തിരുക്കൂറൽ, അതിൽ കാണാം മരുന്നിനെ വേണ്ടാവാം യാക്കയ്ക്ക് അരുന്തിയത് അട്രിയത് പോട്രി ഉണിൻ. ഇത് വളരെ പഴയ തമിഴാണ്, തിരുക്കൂറലുള്ളതാണ്. തിരുക്കൂറൽ എന്ന് പറഞ്ഞാൽ തമിഴ്നാട്ടിൽ വളരെ പ്രസിദ്ധിയാർജിച്ച തിരുവചനങ്ങളായി അവർ ഫോളോ ചെയ്യുന്ന ഒരു തത്വമാണ്, ഒരു തത്വ സംഹിതയാണിത്, ഫിലോസഫിയാണത്. മരുന്നിന് വേണ്ടാവാം യാക്കയ്ക്ക്, ഒരു ശരീരത്തിനും മരുന്ന് ആവശ്യമേ ഇല്ല. നമ്മളെ ക്യാപ്ഷൻ തന്നെ, മരുന്നില്ലാതെ ജീവിക്കാൻ സാധിക്കുമോ? അദ്ദേഹം അത് പറയാം, മരുന്നിന് വേണ്ടാവാം യാക്കയ്ക്ക് അരുന്തിയത് അട്രിയത് പോട്രി ഉണിൻ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇതിനു മുമ്പ് കഴിച്ച ആഹാരം അത് ശരിക്കും അത് വയറ്റിന്ന് പോയി എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം നിങ്ങൾ അടുത്ത ആഹാരം കഴിക്കുക. അല്ലാതെ സമയാസമയം ആഹാരം കഴിക്കാനല്ല. വിശപ്പ് ഉണ്ടെങ്കിൽ മാത്രം ആഹാരം കഴിക്കുക എന്ന് തന്നെയാണ് അവിടെ പറഞ്ഞത്. ഇത് തന്നെയാണ് നിങ്ങൾക്ക് എല്ലാ മതവേദഗ്രന്ഥങ്ങളിലും കാണാം. ഞാൻ വളരെ സിമ്പിളായി പറഞ്ഞ് നിങ്ങൾ ഈ കാര്യം കൊണ്ടുവരാൻ ആഗ്രഹിക്കുകയാണ്. ഞാനും നിങ്ങളും തൈറോയ്ഡ് ആയിക്കോട്ടെ, ശ്വാസമുട്ടലായിക്കോട്ടെ, സന്ധിവേദനയായിക്കോട്ടെ, അല്ലെങ്കിൽ എന്തെല്ലാം ആരോഗ്യ പ്രശ്നങ്ങൾ, പ്രമേഹമായിക്കോട്ടെ, പ്രഷർ ആയിക്കോട്ടെ, എന്തെല്ലാം ആരോഗ്യ പ്രശ്നങ്ങൾ, ജീവിതശൈലി രോഗം എന്ന് പറയുന്നു, ക്യാൻസർ വരെയുള്ള രോഗങ്ങൾ പറയുന്നു. ഈ സകല രോഗങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ വളരെ സിമ്പിളായിട്ടുള്ള ഒരു ജീവിത ശൈലി നമ്മൾ ഫോളോ ചെയ്താൽ മതി. അത് മറ്റൊന്നുമല്ല, വിശക്കുമ്പോൾ മാത്രം ആഹാരം കഴിക്കുക, വിശപ്പില്ലെങ്കിൽ ആഹാരം കഴിക്കണ്ട. ഇഷ്ടമുള്ള ആഹാരം കഴിക്കാം, ഇഷ്ടമില്ലാത്തത് കഴിക്കരുത്. ഇഷ്ടമുള്ളതേ കഴിക്കാൻ പാടുള്ളൂ, ഇഷ്ടം പോലെ കഴിക്കാൻ പാടില്ല. വിശപ്പ് മാറുന്ന അളവിൽ അത് അവസാനിപ്പിക്കുക. അതെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ആ വാക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. ഞങ്ങൾ വിശന്നാൽ മാത്രമേ ആഹാരം കഴിക്കുകയുള്ളൂ, വിശപ്പ് പൂർണ്ണമായി മാറുന്നതിന് മുമ്പ് തളികയിൽ നിന്ന് കൈയെടുക്കും. ഇന്ന് ഞാൻ ഇപ്പോഴത്തെ അവസ്ഥ ഞാൻ നിരീക്ഷിക്കുമ്പോൾ എൻ്റെ ഒരു കുടുംബക്കാരൻ്റെ വീട്ടിൽ പോയി, ഒരു ബന്ധുവിൻ്റെ വീട്ടിൽ പോയി. ആ ബന്ധുവിൻ്റെ വീട്ടിൽ പോയപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് ചപ്പാത്തിയാണ്. ഞാൻ 2 ചപ്പാത്തി കഴിച്ച് മതിയാക്കി. അപ്പോൾ പുള്ളി പറയാം, ഒന്നും കൂടി കഴിക്കും, ഒന്നും കൂടി പോവും. ഞാൻ ഒന്നല്ല, പോകാൻ 2 പോവും. പക്ഷെ പോകുന്ന മുഴുവൻ കഴിക്കലല്ല നമ്മളെ പരിപാടി. എത്ര പോകും അത് മുഴുവൻ കഴിക്കലല്ല നമ്മളെ പരിപാടി എന്ന് പറഞ്ഞപ്പോൾ പുള്ളി പറയാണ്, നമ്മളെ തറവാട്ടുകാർ ടൈറ്റ് പിടിക്കലാ. നിങ്ങൾക്ക് ആ വാക്കിന് അർത്ഥം അറിയാൻ എനിക്കറിയില്ല. അദ്ദേഹം ഉദ്ദേശിച്ചത് ഇനി അങ്ങോട്ട് പോകൂല എന്ന് ഉറപ്പ് വരുന്നത് കഴിക്കലാ. അങ്ങനെ ഇനി അങ്ങോട്ട് പോകൂല എന്ന് ഉറപ്പ് വരുന്നത് കഴിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഉറപ്പ് തരാം, നിങ്ങൾ നിത്യരോഗിയായിരിക്കും.
അങ്ങനെ ഒരു തറവാട്ടുകാരുണ്ടെങ്കിൽ ആ തറവാട്ടുകാർ മുഴുവൻ രോഗികളായിരിക്കും. അതാണ് തറവാടത്തിൻ്റെ അടയാളമായി ഒരു അഭിമാനമായി ആൾ പറയുന്നതെങ്കിൽ ആ തറവാട്ടുകാർ മുഴുവൻ രോഗികളായിരിക്കും. നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കൂലേ, കല്യാണം കഴിഞ്ഞാൽ പുതിയാപ്പിള വരും. പുതിയാപ്പിള നമ്മളങ്ങനെ തിരിക്കാൻ ഓർമ്മ ഉണ്ടല്ലോ സ്ത്രീകൾക്കല്ലേ. അയാൾ മതിയാക്കിയിട്ട് മെല്ലെ എണീക്കാൻ നോക്കുമ്പോൾ അവസാനം വല്യമ്മാൻ്റെ വിരലുണ്ട്, വല്യമ്മാൻ്റെ വക. അത് കഴിക്കാണ്ട് എണീച്ച് പോയാൽ അത് ഭയങ്കര പ്രശ്നമാണ്. അതുകൊണ്ട് അതും കൂടി കഴിച്ചിട്ട് അവിടെ നിന്ന് എണീച്ച് പോയിട്ട് പുതിയാപ്പിള്ളേർ നേരെ ഹോസ്പിറ്റലിൽ പോയിട്ട് ഛർദ്ദിക്കുള്ള മരുന്ന് കഴിക്കണം. ജീവിതശൈലി രോഗം. നമ്മൾ വളരെ ശ്രദ്ധിക്കണം. തീറ്റ മത്സര രോഗം എന്ന് മാറ്റി പറയേണ്ടിയിരിക്കുന്നു. തീറ്റ മത്സര രോഗമെന്ന് മാറ്റി പറയേണ്ടിയിരിക്കുന്നു. സത്യമായിട്ടും ആഹാരം വളരെ അത്യാവശ്യമാണ്. പണ്ടൊരു ചൊല്ലുണ്ട്, എന്താണെന്നറിയോ? എല്ല് മുറിയെ പണിയെടുത്താൽ പല്ല് മുറിയെ തിന്നാം. നല്ലോണം ആഹാരം കഴിക്കണോ, നല്ലോണം വിശക്കണം. നല്ലോണം വിശക്കണോ, എല്ല് മുറിയെ പണിയെടുത്തോളൂ. നല്ലോണം വിശക്കും, നല്ലോണം കഴിക്കാം. പക്ഷേ അല്പം പോലും ജോലി ചെയ്യാൻ തയ്യാറല്ലാതെ, മേലിളകി പണിയെടുക്കാൻ തയ്യാറില്ലാതെ, വിശപ്പിനെ ശ്രദ്ധിക്കാതെ, കഴിക്കാൻ പറ്റുന്നത് പോലെ നമ്മളങ്ങനെ കഴിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ട് രോഗങ്ങൾ വരും. ആ രോഗങ്ങൾക്ക് എന്ത് പേരിട്ടാലും രോഗകാരണം ഒന്നാണ്, വിശക്കാതെ ആഹാരം കഴിക്കുന്നു എന്നുള്ളതാണ്. ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരാം, നിങ്ങൾ ആരെങ്കിലും ഇന്ന് ഏതെങ്കിലും രോഗത്തിന് മരുന്ന് കഴിക്കുന്നുണ്ടെങ്കിൽ ആ മരുന്ന് തന്നെ ഉപേക്ഷിച്ചോളൂ. നിങ്ങൾ വിശന്ന് മാത്രം ആഹാരം കഴിക്കാൻ തയ്യാറുണ്ടെങ്കിൽ, വിശന്ന് മാത്രം ആഹാരം കഴിക്കാൻ തയ്യാറുണ്ടെങ്കിൽ ഒരു ചികിത്സയുമില്ലാതെ, അക്യുപങ്ക്ചർ പോലും ഇല്ലാതെ രോഗം സുഖപ്പെടുമെന്ന അഭിപ്രായം എനിക്കുള്ളത്. നിങ്ങൾ ചികിത്സ ചെയ്തോ, ചികിത്സ ചെയ്യണം ഞാൻ പറയുന്നില്ല. പക്ഷേ വിശന്ന് ആഹാരം കഴിക്കുക എന്നുള്ള കാര്യം നിങ്ങൾ ഫോളോ ചെയ്യാൻ തയ്യാറുണ്ടെങ്കിൽ മരുന്നില്ലാതെ ജീവിതം സാധ്യം. ദാഹമുണ്ടെങ്കിൽ മാത്രം വെള്ളം കുടിക്കുക നമ്മളെ മലയാളികളുടെ പ്രത്യേകതയാണ്. ദാഹം വരുമ്പോൾ തിളപ്പിച്ചാറുള്ള വെള്ളം മാത്രമേ കുടിക്കുള്ളൂ. ലോകത്ത് എവിടെ പോയാലും കാണാൻ കഴിയില്ല. ബോംബെ പോയി, ഡൽഹിയിൽ പോയി, കൽക്കത്തയിൽ പോയി, ചെന്നൈയിൽ പോയി, പല ഭാഗത്തും ഞാൻ യാത്ര ചെയ്ത് നോക്കി. അവിടെയൊക്കെ ദാഹം ഉണ്ടെങ്കിൽ മനുഷ്യന്മാർ പച്ചവെള്ളം കുടിക്കുള്ളൂ. ഇപ്പോൾ കോവിഡ് വന്നതിന് ശേഷം എല്ലാവരുടെയും ബോട്ടിൽ വാട്ടറായി മാറി. പണ്ട് ബോട്ടിൽ വാട്ടർ ഉണ്ടായിരുന്നില്ല. ദാഹമുണ്ടെങ്കിൽ പച്ചവെള്ളം കുടിക്കുക, ദാഹം മാറുന്ന ആളോ കുടിക്കുക, ദാഹം മാറുന്നില്ല അധികം കുടിക്കാതിരിക്കുക. പക്ഷെ നമ്മളെന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഒട്ടേറെ ലിറ്റർ കണക്കിന് വെള്ളം കുടിക്കുക ചെയ്യുന്നത്. ആ ലിറ്റർ കണക്കിന് വെള്ളം കുടിക്കുമ്പോൾ നിറമില്ലാത്ത വെള്ളം പോലത്തെ യൂറിൻ എങ്ങനെ പോകുമ്പോൾ സന്തോഷിക്കും. ആ നിറമില്ലാത്ത യൂറിൻ പോകുന്ന കാണാൻ വേണ്ടി വെള്ളം കുടിക്കുന്ന ആൾക്കാരുണ്ട്. എന്നോട് വലിയ സങ്കടം പോലെ പറയും, സാറ് പറഞ്ഞ പോലെ വെള്ളം കൂടി കുറച്ചപ്പോൾ മൂത്രം കുറച്ച് മഞ്ഞയായിട്ട് പോകുന്നുണ്ട്. അത് ആദ്യം ഞാൻ കുറേ വെള്ളം കുടിച്ചപ്പോൾ വെള്ളയായിട്ട് നിറമില്ലാതെ പോയിരുന്നു. അത് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇപ്പം കാണാൻ ഭംഗിയില്ലാത്ത ഒരു തരം മഞ്ഞ നിറമുള്ള മൂത്ര പോകുന്നത്. അതിന് മണവും കൂടുതലാണ്. നോക്കൂ, ഭൂമിയിലെ എല്ലാ ജീവികളുടെയും മൂത്രം മഞ്ഞ നിറമാണ്. അതിന് അതിൻ്റെതായ മണവുമുണ്ട്. മണമില്ലാത്ത എല്ലാ മനുഷ്യനും മണമുണ്ട് അല്ലേ? എല്ലാ ശരീരത്തിനും മണമുണ്ട്. എല്ലാ ജീവികൾക്കും മണമുണ്ട്. എല്ലാ ജീവികളുടെയും മണം വ്യത്യസ്തമാണ്. അല്ലെ, അശ്വഗന്ധ ഒരു മരുന്നിൻ്റെ പേരാ. ആ മരുന്നിൻ്റെ പേരെന്നറിയാം, അശ്വഗന്ധ എന്ന് പറഞ്ഞാൽ ശരിക്കർത്ഥം കുതിരയുടെ വായയുടെ മണം എന്നർത്ഥം. അശ്വഗന്ധ എന്ന് പറയുന്ന ആ ഒരു പൊടി, ആ ഒരു തണ്ട് വേറെ അറിയുന്ന ആൾക്കാർക്കറിയാം. അതിൻ്റെ മണം കുതിര വായ തുറന്നാലുണ്ടാകുന്ന മണത്തിന് അതേ മണമാണ്. അങ്ങനെ ഭൂമിയിലെ ഓരോ ജീവികൾക്കും വ്യത്യസ്തങ്ങളായ മണങ്ങൾ ശരീരത്തിനുണ്ട്, വായക്കുണ്ട്, മൂത്രത്തിനുണ്ട്, മലത്തിനുണ്ട്. ഈ മണം മാറ്റാൻ വേണ്ടി വെള്ളം കുടിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു മണ്ടത്തരമാണ്. അതിൻ്റെ സ്വാഭാവികമായ രീതിയിൽ പടച്ചവൻ എങ്ങനെയാണോ അതിൻ്റെ നിറം, അതിൻ്റെ മണം സൃഷ്ടിച്ചത് അതുപോലെ പോയിക്കോട്ടെ. നമ്മളതിനാണ് വെള്ളം കുടിക്കുന്നത്. അങ്ങനെ വെള്ളം കുടിച്ച് വെളുപ്പിച്ചുകൊണ്ട് എന്താ കാര്യം? സന്ധിവേദന ഉണ്ടാകും, ശ്വാസം മുട്ടലുണ്ടാകും. എന്തെങ്കിലും രോഗമുണ്ടെങ്കിൽ ആ രോഗം മാറാണ്ടാകും. എന്തെങ്കിലും രോഗമുണ്ടെങ്കിൽ ആ രോഗം മാറാണ്ടാവും. ഈവൻ മൂത്രക്കടസലിനാണ് പലപ്പോഴും സ്ത്രീകൾ ഒരുപാട് വെള്ളം കുടിക്കുന്നത് കാണുക. മൂത്രക്കടസലിന് വെള്ളം കുടിക്കും. കുറേ വെള്ളം കുടിച്ചാൽ അപ്പോൾ ഒരാശ്വാസം കിട്ടും. പിന്നെയും അതേ അളവിൽ വെള്ളം കുടിക്കണം. അങ്ങനെ വെള്ളം കുടിച്ച് ഇനി എത്ര വെള്ളം കുടിച്ചാലും മൂത്രക്കടച്ചിൽ മാറാത്ത രൂപത്തിലേക്ക് മൂത്രക്കടച്ചിൽ മാറും. വെള്ളം കൂടി കൂടുന്തോറും മൂത്രക്കടച്ചിൽ അങ്ങനെ കൂടി വരും. കുടിച്ച് ആ തുടക്കത്തിൽ ആശ്വാസം കിട്ടിയെങ്കിലും പിന്നെയും കുടിക്കും തോറും മൂത്രക്കടച്ചിൽ അങ്ങനെ കൂടി അസ്വസ്ഥ വർദ്ധിച്ചു വരും. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്,
ദാഹമുണ്ടെങ്കിൽ മാത്രം ശുദ്ധമായ പച്ചവെള്ളം കുടിക്കുക. ദാഹമുള്ള വെള്ളം കുടിക്കേണ്ട. വിശപ്പുണ്ടെങ്കിൽ മാത്രം ആഹാരം കഴിക്കുക. രാത്രി ആഹാരം സന്ധ്യയ്ക്ക് മുമ്പ് കഴിക്കുക. രാത്രി കഴിവിൻ്റെ പരമാവധി നേരത്തെ ഉറങ്ങുക. ഒരു 9-9:30 ഉറങ്ങുക. ക്ഷീണമുണ്ടാകുമ്പോൾ വിശ്രമിക്കുക. ഈ സംഗതി നിങ്ങൾ കൃത്യമായി ഫോളോ ചെയ്യാൻ തയ്യാറുണ്ടെങ്കിൽ നിങ്ങൾ അനുഭവിക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങൾക്ക് മരുന്നുകൾ ഒന്നുമില്ലാതെ നിങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കും. വെരി സിമ്പിൾ. രോഗം ചികിത്സിച്ചാൽ സുഖപ്പെടും. പലപ്പോഴും രോഗമല്ല ആൾ ചികിത്സിക്കുന്നത്. എനിക്കൊരു പേഷ്യൻ്റ് വന്നു, കാലിന് വലിയ തരിപ്പും അസ്വസ്ഥയുമായിട്ടാണ് അവർ ഡോക്ടറെ കാണിക്കാൻ പോയത്. ഡോക്ടറെ കാണിച്ചപ്പം ഡോക്ടർ പരിശോധിച്ച് ഷുഗർ 350 ഉണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ ഷുഗറിന് മരുന്ന് കഴിക്കാൻ തുടങ്ങി. ഇവർ കാണിക്കാൻ പോയത് ഷുഗറിനല്ല, കാലിന് തരിപ്പിനാണ്. ഡോക്ടർ ഷുഗർ പരിശോധിച്ച് ഷുഗറാണെന്ന് പറഞ്ഞ് മരുന്ന് കഴിക്കാൻ തുടങ്ങി. അങ്ങനെ മരുന്ന് കഴിക്കാൻ തുടങ്ങി 7 കൊല്ലം മരുന്ന് കഴിച്ചു. അവസാനം കാലിന് തരിപ്പ് മാറുന്നില്ല. കാലിന് തരിപ്പ് അങ്ങേയറ്റത്തെ പ്രശ്നത്തിലേക്ക് പോയി. രാവിലെ എഴുന്നേറ്റാൽ കാല് നിലത്ത് വെക്കാൻ കഴിയാത്ത അത്രയും തരിപ്പ് കൂടി. എന്നിട്ട് പറയാ ഷുഗറിന് എത്ര മരുന്ന് കഴിച്ചു ഷുഗർ കുറയുന്നില്ല. തരിപ്പിനെ കാണിക്കാൻ പോയി, തരിപ്പ് ഒരുപാട് കൂടി. ഞാൻ സിമ്പിളായി ചോദിച്ചു, നിങ്ങൾ കഴിച്ച മരുന്നില്ലേ, ആ മരുന്നിനെ പറ്റി നിങ്ങൾ ഗൂഗിൾ വായിച്ചു നോക്ക്. ആ മരുന്നിൻ്റെ പാർശ്വഫലങ്ങളിൽ ഈ മരുന്ന് കഴിച്ചാൽ തരിപ്പുണ്ടാകും എന്നുള്ളത് നിങ്ങൾക്ക് വായിക്കാൻ പറ്റണോ നോക്കൂ. അവർ കൂളായി വേഗം എടുത്ത് നോക്കി, ഗൂഗിൾ ചെയ്ത് നോക്കി, അവർ കഴിക്കുന്ന മരുന്നെടുത്ത് നോക്കി, സൈഡ് എഫക്റ്റ് നോക്കി. ആ സൈഡ് എഫക്റ്റിൽ കാണാം ഡയബറ്റിക് ന്യൂറോപ്പതി എന്ന് വെച്ചാൽ കാലും തരിപ്പും ബുദ്ധിമുട്ടും എരിച്ചിലും ചൂടും ഉഷ്ണവും കൂടും. ഇവരെന്തിനാ പോയത്? കാലിന് തരിപ്പിന്. 7 കൊല്ലം മരുന്ന് കഴിച്ചു, ഷുഗർ കുറഞ്ഞില്ല. തരിപ്പ് ഒരുപാട് കൂടിപ്പോയി. തരിപ്പ് അങ്ങനെ കൂടി, കഴിച്ച മരുന്നിൻ്റെ പാർശ്വഫലം എന്ന് അവർക്ക് ബോധ്യപ്പെട്ടപ്പോൾ മരുന്ന് ഒഴിവാക്കി. അപ്പോൾ അവരെ പ്രശ്നം, സാറേ ഷുഗർ വളരെ കൂടുതലാണ്. നേരത്തെ പറഞ്ഞ കണ്ടം പൂച്ച ചാടി, ഷുഗർ വളരെ കൂടുതലാണ്. കണ്ടം പൂച്ച ചാടി ഇപ്പോൾ അവർക്ക് ഷുഗർ കൂടുതലാണ്. ഞാൻ ചോദിച്ചു, ഷുഗർ കൂടുതൽ നിങ്ങൾ ഷുഗർ 7 കൊല്ലം മരുന്ന് ഷുഗർ കുറഞ്ഞോ? ഇല്ല, കുറഞ്ഞിട്ടില്ല. ഞാൻ അവരെ ക്ലോസായി ഒബ്സർവ് ചെയ്തപ്പോൾ അവർക്ക് ഷുഗർ കൂടാനുള്ള കാരണം അവരുടെ ടെൻഷനാണ്. ഇതിൽ പ്രമേഹ രോഗികൾക്ക് ടെൻഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ ഷുഗർ കൂടും എന്ന് മനസ്സിലാക്കി എത്ര പേരുണ്ട്? ടെൻഷൻ കൂടിക്കഴിഞ്ഞാൽ ഷുഗർ കൂടുമെന്ന് മനസ്സിലാക്കി എത്ര പേരുണ്ട്? കൈ പോക്കാമോ? ടെൻഷൻ കൂടിയ ഷുഗർ കൂടുമെന്ന് മനസ്സിലാവുന്ന ആളുകൾ ഇന്ന് ജനങ്ങൾക്കറിയാതെ. ഇനി മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ 10ാം ക്ലാസ്സിലെ ബയോളജി ബുക്ക് എടുത്ത് വായിച്ചു നോക്കിയാൽ കാണാം, ഏതൊരു മനുഷ്യനും ടെൻഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ അയാളുടെ ബോഡിയിൽ അഡ്രിനാലിൻ, കോർട്ടിസോൺ പോലുള്ള ഹോർമോൺ അമിതമായി ഉൽപ്പാദിപ്പിക്കും. അതുകൊണ്ട് ഷുഗർ ലെവൽ കൂടും. അപ്പോൾ ഇവർ ടെൻഷൻ പാർട്ടിയാണ് എന്നെനിക്ക് മനസ്സിലായപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് ടെൻഷൻ കൂടിയതുകൊണ്ട് ഷുഗർ കൂടുന്നതാണ്. ആ ഷുഗർ കുറയ്ക്കാൻ നിങ്ങൾ കഴിക്കുന്ന മരുന്ന് പാങ്ക്രിയാസ് ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്ന അളവ് കുറഞ്ഞു പോയെന്ന കാരണത്തിന് കഴിക്കുന്ന മരുന്നാണ്. ഇത് ശരിയായ മരുന്നാണോ? ആലോചിച്ച് നോക്കൂ. ഇപ്പം നമ്മൾ പ്രമേഹ രോഗികൾ ഒട്ടേറെ കാണാറുണ്ട്. പെട്ടെന്ന് ജീവിതത്തിൽ ഒരു പ്രയാസം വന്നു. ആ പ്രയാസം വന്നപ്പോൾ ടെൻഷൻ വന്നു, ഷുഗർ കൂടിയപ്പോൾ ഡോക്ടറെ കാണിച്ചു. ഡോക്ടർ ഷുഗറിന് മരുന്ന് കൊടുത്തു. അപ്പോഴും പലരും പറയും, ഇന്ന പ്രയാസം ഉള്ളത് കൊണ്ട്, മകൾ മരിച്ചത് കൊണ്ട്, അല്ലെങ്കിൽ ഭർത്താവ് മരിച്ചത് കൊണ്ട്, അല്ലെങ്കിൽ വാപ്പ മരിച്ചത് കൊണ്ട്, ആരെങ്കിലും മരിച്ചതിന് ശേഷം വന്ന അമിതമായ ദുഃഖം കൊണ്ട്, പ്രയാസം കൊണ്ട് ഷുഗർ കൂടി. പക്ഷേ ഇവർക്ക് ഷുഗറിന് കൊടുക്കുന്ന മരുന്ന് എന്തിനുള്ളതാണ്? പാങ്ക്രിയാസ് അതിൻ്റെ ബീറ്റാ സെല്ലിൽ നിന്നും ഇൻസുലിൻ്റെ ഉൽപ്പാദനം കുറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രമേഹത്തിൻ്റെ ആധിക്യത്തിന്, ഷുഗറിന് കുറയ്ക്കാനുള്ള മരുന്നാണ് കൊടുക്കുന്നത്. സത്യത്തിൽ ശരിയായ മരുന്നാണോ കഴിക്കുന്നത് എന്ന് അല്പം പോലും ആരും ചിന്തിക്കാറില്ല. ഇതേപോലെ തന്നെയാണ് പ്രഷറിൻ്റെയൊക്കെ അവസ്ഥ. ജീവിതശൈലി രോഗത്തിൽ വളരെ പ്രധാനപ്പെട്ട പ്രഷർ. ഒന്ന് ആലോചിച്ച് നോക്കും നിങ്ങൾ. ടെൻഷൻ കൂടുമ്പം, ദേഷ്യം കൂടുമ്പം പ്രഷർ കൂടും. ഓടുമ്പം പ്രഷർ കൂടും. രാത്രി നേരം വൈകി ഒരുങ്ങുമ്പോൾ പ്രശ്നം കൂടും. ഒരാൾക്ക് കഴിക്കേണ്ട ആഹാരം അതിലധികം ഒരാൾ കഴിച്ചാൽ നിങ്ങൾ പോയി BP പരിശോധിക്കൂ, പ്രഷർ കൂടും. രാത്രി കൃത്യമായി 10 മണിക്ക് ശേഷം നിത്യമായി നിങ്ങൾ ആഹാരം കഴിക്കാൻ തയ്യാറുണ്ടെങ്കിൽ 1-2 മാസം കഴിഞ്ഞാൽ ഉറപ്പായിട്ട് രാത്രി 10 മണിക്ക് ശേഷം ആഹാരം കഴിക്കുന്ന ശീലം കൊണ്ട് മാത്രം പ്രഷർ കൂടും. ഇത്തരം പ്രഷർ കൂടലൊക്കെ രോഗമാണെന്ന് തെറ്റിദ്ധരിച്ച് ചികിത്സിക്കാൻ പോയാൽ അയാൾ ജീവിതകാലം മുഴുവൻ മരുന്ന് കഴിക്കേണ്ടി വരും. അതിന് പകരം രാത്രി ആഹാരം 6 മണിക്ക് മുമ്പാക്കി രാത്രി നേരത്തെ ഉറങ്ങിയാൽ ഒരു ചികിത്സ ചെയ്താൽ മാറാം. ഒരു മരുന്നും കഴിക്കാതെ രോഗം മാറും. അപ്പോൾ മരുന്നില്ലാതെ രോഗം മാറാനുള്ള വഴികളെ കൃത്യമായി അന്വേഷിക്കുകയും
ആ വഴികൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കുകയും ജീവിതശൈലി രോഗം എന്ന് പറയുന്ന ഈ രോഗം തീറ്റ മത്സര രോഗമാണ് തിരിച്ചറിയുകയും വിശപ്പിന് മാത്രം ആഹാരം കഴിക്കുകയും ചെയ്യാൻ തയ്യാറുണ്ടെങ്കിൽ ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ പകുതിയും മാറും. തൈറോയിഡ്, വലിയ വിഷയം തൈറോയിഡ്. ഞാൻ ശ്രദ്ധിക്കാറുണ്ട് നമ്മുടെ നാട്ടിലുള്ള ഇപ്പോൾ ഉള്ള പെൺകുട്ടികളുടെ മാനസികാവസ്ഥ. ചെറുപ്പം മുതലേ ഏതെങ്കിലും ഒരു പ്രൊഫഷണലായി മാറണമെന്ന് ആഗ്രഹിക്കും. ഒരു ഭാഗത്ത് യുവത്വത്തിൽ നല്ല ഉദ്യോഗസ്ഥയായി മാറണമെന്ന് ആഗ്രഹിക്കും. ഉദ്യോഗസ്ഥയായി മാറണമെന്ന് ആഗ്രഹിച്ച് അതിനുവേണ്ടി പഠിച്ച് നല്ല മാർക്ക് വാങ്ങി വലിയ പഠനമൊക്കെ മുമ്പോട്ട് പോയി ഒരു ജോലിയൊക്കെ കിട്ടുന്ന പാകത്തിലെത്തുമ്പോൾ കല്യാണം കഴിയും. കല്യാണം കഴിയുന്ന ആളുടെ മനസ്സിൽ വിവാഹ ജീവിതത്തിലൂടെ ഒരു അമ്മയാകാനോ ഉമ്മയാകാനോ അല്ല കൊതിക്കുന്നത്, മറിച്ച് ഒരു പ്രൊഫഷണലായിട്ട് സ്ഥിരം വരുമാനം ഉണ്ടാക്കുന്ന, നല്ല കാറിൽ യാത്ര ചെയ്യുന്ന, നല്ല ഓഫീസ് ജോലി ചെയ്യുന്ന, നല്ല വൈറ്റ് കോളർ ജോലി ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന പെൺകുട്ടികൾക്ക് സ്വാഭാവികമായും വിവാഹശേഷം അവരാഗ്രഹിക്കുന്ന ജീവിക്കാൻ കഴിയൂല. ടെൻഷൻ കൂടും, സ്ട്രെസ്സ് കൂടും, അസ്വസ്ഥ കൂടും, ഉറക്കം നഷ്ടപ്പെടും. ഈ ഉറക്കം നഷ്ടപ്പെടുന്നതിൻ്റെ അനന്തരഫലമായിക്കൊണ്ട് പലപ്പോഴും അസ്വസ്ഥത കാണുമ്പോൾ ഈ അസ്വസ്ഥതകൾക്കുള്ള കാരണം അന്വേഷിക്കാതെ പരിശോധിക്കുമ്പോൾ കാണാം തൈറോയ്ഡ് കൂടി മാസമുറ പ്രശ്നങ്ങളുണ്ടായി, അല്ലെങ്കിൽ നിങ്ങൾക്കറിയാം പെൺകുട്ടികൾ രാത്രി 9 മണിക്ക് ശേഷം നേരം വൈകി ഉറങ്ങുക, 10 മണി 11 മണി 12 മണി ഈ സമയത്ത് ഉറങ്ങിയാൽ ഈ ഒരു ശീലം കൊണ്ട് മാത്രം മാസമുറ സംബന്ധമായ വേദന വർദ്ധിക്കും. മാസമുറ സംബന്ധമായ വേദന ആർക്കെങ്കിലും വേണ്ട എന്ന് ഏതെങ്കിലും പെൺകുട്ടികൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ 9 മണിക്ക് ഉറങ്ങിയാൽ മതി. വൈകുന്നേരം 6 മണി 7 മണിക്ക് മുമ്പ് ആഹാരം കഴിച്ച് രാത്രി 9 മണിക്ക് മുമ്പ് പെൺകുട്ടികൾ ഉറങ്ങാൻ തയ്യാറുണ്ടെങ്കിൽ അവർക്ക് മാസമുറ സംബന്ധമായ വേദന ഉണ്ടാവുകയേ ഇല്ല. പക്ഷേ ഞാനീ പറഞ്ഞ പോലെ ജീവിതത്തിലുള്ള സ്വപ്നങ്ങൾ ഒരു ഭാഗത്ത് നെയ്തു കൂട്ടുകയും പ്രായോഗിക ജീവിതം അതിനെതിരായി ഭവിക്കുകയും ചെയ്യുമ്പോൾ എൻ്റെ ജീവിതം ആഗ്രഹിച്ചതുപോലെ ആയില്ല എന്ന ചിന്ത വല്ലാതെ അസ്വസ്ഥപ്പെടുകയും ഈ അസ്വസ്ഥത ശാരീരികമായി ഉറക്കം കെടുത്തലുകളും അമിതമായ ദേഷ്യമുണ്ടാക്കലും അമിതമായി പൊട്ടിക്കരച്ചിലുണ്ടാകലും പോലെയുള്ള പ്രതികരണങ്ങൾ ഉണ്ടാകുമ്പോൾ അവർക്ക് തൈറോയ്ഡ് പരിശോധിച്ചാൽ തൈറോയ്ഡ് കൂടുതലായി കാണിക്കുകയും പിന്നെ തൈറോയ്ഡ് മരുന്ന് കഴിക്കുകയും ചെയ്തു. പിന്നെ മരണം വരെ തൈറോയ്ഡ് മരുന്നായി. ഇതിനെയൊക്കെ വളരെ ലളിതമായി മരുന്നുകൾ ഒഴിവാക്കിക്കൊണ്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വളരെ ലളിതമായി അക്യുപഞ്ചർ ചികിത്സയിലൂടെ മരുന്ന് ഒഴിവാക്കിക്കൊണ്ട് ഈ മാനസിക പ്രശ്നങ്ങളും പ്രമേഹ രോഗികൾ അനുഭവിക്കുന്ന ശാരീരിക പ്രശ്നങ്ങളും മറ്റ് എന്തെല്ലാം ജീവിതശൈലി രോഗമെന്ന് പറഞ്ഞ് അനുഭവിക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങളുണ്ടോ ആ സകല ആരോഗ്യ പ്രശ്നങ്ങളും വളരെ ലളിതമായി ആഹാരം ക്രമീകരിച്ചുകൊണ്ട് കൃത്യമായി നിങ്ങൾ ചികിത്സിക്കാൻ തയ്യാറുണ്ടെങ്കിൽ എല്ലാ രോഗങ്ങളും പരിപൂർണമായി ഒരു മരുന്നുമില്ലാതെ സുഖപ്പെടും എന്ന് മാത്രമല്ല ജീവിതകാലം മുഴുവൻ മരുന്നില്ലാത്തൊരു ജീവിതം സാധ്യമാകും. ഏറ്റവും ചുരുങ്ങിയത് MLA പറഞ്ഞൊരു തമാശയുണ്ട്. ഒരു പനി ജലദോഷം വന്നാൽ ഡോക്ടറെ കാണിച്ചാൽ ഒറ്റ ആഴ്ച കൊണ്ട് മാറും. ഡോക്ടറെ കാണിച്ചില്ലെങ്കിൽ 7 ദിവസം സമയമെടുക്കും. പഴമക്കാർ പറയുന്ന തമാശയാണിത്. പക്ഷെ നമ്മളെ ഉള്ളിൽ പനി എന്ന് കേൾക്കുമ്പോൾ തന്നെ ആകെ പേടിയാ. എന്തിനാണാവോ പനിയെ പേടിക്കുക? എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. പനി ഡെങ്കിപ്പനിയാവോ, മങ്കിപ്പനിയാവോ, ചിക്കൻ ഗുനിയാവോ, മട്ടൻ ഗുനിയാവോ എന്നുള്ള പേടി. സത്യം പറഞ്ഞാൽ ഒരാൾക്ക് പനി വന്നാൽ അയാൾ ആഹാരമൊന്നും കഴിക്കാതെ കഞ്ഞിവെള്ളമോ മാത്രം കഴിച്ചുകൊണ്ട് വിശ്രമിക്കുകയാണെങ്കിൽ ഒരു മരുന്നും കഴിക്കാതെ ആ പനി മാറും. സാധാരണഗതിയിൽ അക്യുപഞ്ചർ ചികിത്സകരാരും പനി വന്ന രോഗികൾക്ക് ചികിത്സിക്കാറേ ഇല്ല. അവർ വിളിച്ച് പറയുമ്പോൾ നിങ്ങൾ 3 ദിവസം വരെ ഇങ്ങനെ കഴിക്കൂ, വെള്ളം മാത്രം അല്പം കുടിക്കൂ, കഞ്ഞിവെള്ളം മാത്രം കഴിച്ചാൽ മതി, വേറെ ആഹാരം കഴിക്കേണ്ട, വിശ്രമിക്കൂ, പനി മാറും. നിങ്ങൾ അറിയേണ്ടത് പനി പലതരത്തിലുണ്ട്. 3 ദിവസം കൊണ്ട് മാറുന്ന പനി, 5 ദിവസം കൊണ്ട്, 7 ദിവസം കൊണ്ട്, 10 ദിവസം കൊണ്ട്, അങ്ങനെ പലതരത്തിലുള്ള പനികളുണ്ട്. ഏത് പനിയാണെങ്കിലും ശരി ആ പനിക്ക് എത്ര ദിവസമാണോ ആവശ്യമുള്ളത് ആ ദിവസം വരെ നിങ്ങൾ കാത്തിരിക്കാൻ തയ്യാറുണ്ടെങ്കിൽ അത് മാറും. ഒരു മരുന്നും കഴിക്കാതെ മാറും. അതിന് നിങ്ങൾ എന്തെങ്കിലും മരുന്ന് കഴിച്ചാലും മാറും. പക്ഷേ ഏത് മരുന്ന് കഴിച്ചില്ലെങ്കിലും ഒരു പനി വന്നാൽ ആ പനിക്ക് ഒരു കണക്കുണ്ട്. ആ കണക്ക് പൂർത്തിയായിട്ടേ അത് മാറൂ. ആ കണക്കിനെ മുൻകൂട്ടി അറിയാൻ ഒരു കഴിവും ഒരു അറിവും ആർക്കുമില്ല. അത് പനി വന്ന് കണ്ട് അത് എത്ര ദിവസമാണെന്ന് അനുഭവിച്ച് മാത്രം മനസ്സിലാവുന്ന കാര്യമാണ്. അതിനെ ക്ഷമയോടെ അഭിമുഖീകരിക്കാൻ മാനസികമായി ഒരുങ്ങൽ മാത്രമാണ് അതിനുള്ള പരിഹാരം. അല്ലാതെ പനിയെ കണ്ട് ആരും ഭയക്കേണ്ടതില്ല. പനി എല്ലാവർക്കും വരും.
ചെറിയ കുട്ടിയാകുമ്പം കഴുത്തുറക്കവും പനിക്കും, പല്ല് മുളക്കവും പനിക്കും, ഊരുറക്കവും പനിക്കും, ഇങ്ങനെ ഓരോ ഘട്ടത്തിലും പനിക്കും. ഈ പനിയൊക്കെ തന്നെ കൃത്യമായി ഈ രീതിയിൽ ആഹാരം ക്രമീകരിച്ചാൽ സുഖമാകും. അത് നിങ്ങൾ ആഹാരം ക്രമീകരിച്ചാലും ഡോക്ടറെ കാണിച്ചാലും, നിങ്ങൾക്ക് ഫോർ എക്സാമ്പിൾ ചിക്കൻ പോക്സ് വന്നു 7 ദിവസം, നിങ്ങൾ ലോകത്ത് ഏറ്റവും വലിയ ഡോക്ടറെ കാണിച്ചാൽ 7 ദിവസം വേണം. നിങ്ങൾ ആരെയും കാണിക്കാതെ വീട്ടിൽ തന്നെ വിശ്രമിക്കുകയാണെങ്കിൽ 7 ദിവസം തന്നെ വേണം. പനിയെപ്പറ്റി വ്യക്തമായി മനസ്സിലാക്കുക. അതിന് ഇത്രേ ആവശ്യമുള്ളൂ. ഇത് ശ്രദ്ധിക്കാമെങ്കിൽ പനിക്കൊന്നും ആരും അസ്വസ്ഥപ്പെടണം. എങ്കിലും പലപ്പോഴും 7 ദിവസം നീണ്ടുന്ന പനി, മഞ്ഞപ്പിത്തം പോലത്തെ പനിയൊക്കെ ഉണ്ടെങ്കിൽ സ്വാഭാവികമായി നമുക്ക് പ്രയാസമുണ്ടാകും. പ്രയാസം ശരീരത്തിനല്ല, മനസ്സിന്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, പലപ്പോഴും രോഗം ഒരാളെ പ്രയാസപ്പെടുത്തുന്നത് ശരീരത്തിനെയാണോ മനസ്സിനെയാണോ? ഒരു പനി വന്നാൽ അയാളുടെ ശരീരത്തിന് അസ്വസ്ഥതകൾ ഉണ്ടാകും, അയാളുടെ മനസ്സിനും അസ്വസ്ഥത ഉണ്ടാകും. ശരീരത്തിനുണ്ടാകുന്ന അസ്വസ്ഥതയേക്കാൾ ഒട്ടേറെ ഇരട്ടി അസ്വസ്ഥ മനസ്സിനുണ്ടാകുന്നത് അത് ഭയമാണ്, അത് അറിവില്ലായ്മയാണ്. ഈ അറിവ് ഒരാൾക്ക് വരുന്നതോടുകൂടി പിന്നെ അയാൾക്ക് മനസ്സിന് അസ്വസ്ഥതയില്ലാത്ത അതിനെ കൈകാര്യം ചെയ്യാനുള്ള കഴിവുണ്ടാകും. ഇതാണ് നമ്മൾ പഠിക്കേണ്ടത്, ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത് മനസ്സിലാക്കൽ മാത്രമാണ് ധൈര്യം ഉണ്ടാകാനുള്ള പോംവഴി. ആൾക്കാർ പറയാറുണ്ട്, പനി വന്നിട്ട് ഡോക്ടറെ കാണിച്ചില്ല, വല്ലാത്തൊരു ധൈര്യം തന്നെ നിങ്ങൾക്ക്. ധൈര്യമൊന്നും വേണ്ട. എന്തിനാ ധൈര്യം? നടുക്കടലിൽ ചാടാൻ പോവാണോ ധൈര്യം? അതിൻ്റെ ഒന്നും ആവശ്യമില്ല. വ്യക്തമായി മനസ്സിലാക്കണം, പനി എന്ന് വെച്ചാൽ സ്വാഭാവികമായി ശരീരത്തിന് ഊഷ്മാവ് വർദ്ധിക്കുന്നു, ശരീരത്തിന് ചൂട് കൂടുന്നു. എന്തുകൊണ്ട് ചൂട് കൂടുന്നു? ഒട്ടേറെ കാരണങ്ങളുണ്ട്. അതിലൊരു കാരണമാണ് പനി. ആ പനിയെ കൃത്യമായി നിരീക്ഷിക്കുകയും അതിനാവശ്യമായ പരിചരണം കൃത്യമായി നൽകുകയും ചെയ്യുകയാണെങ്കിൽ ഒരു മരുന്നുമില്ലാതെ പനി എന്ന് പറയുന്ന ആ ഒരു പ്രയാസത്തെ കൃത്യമായി മറികടക്കാൻ അതിനാവശ്യമായ ദിവസം അനുവദിക്കൽ മാത്രമാണ്. വേറൊന്നും ചെയ്യേണ്ടതില്ല. കട്ടിയുള്ള ആഹാരം കഴിക്കാൻ പാടില്ല. കട്ടിയുള്ള ആഹാരം കഴിച്ചാൽ പനിയോടനുബന്ധിച്ച് വരുന്ന അസ്വസ്ഥത, സന്ധിവേദനയാവാം, വയറുവേദനയാവാം, പല്ലുവേദനയാവാം, കഴുത്ത് വേദനയാകാം, നെഞ്ഞടിപ്പാകാം, ശ്വാസമുട്ടലാവാം. ഏത് അസ്വസ്ഥയാണെങ്കിലും പനിയോടനുബന്ധിച്ച് വരുന്ന അസ്വസ്ഥത അത് വല്ലാതെ പ്രയാസപ്പെടുത്തും നിങ്ങൾ കഴിക്കുന്ന ആഹാരത്തിൻ്റെ അളവ് വർദ്ധിച്ചാൽ. അപ്പോൾ പനിയുള്ള സമയത്ത് വിശപ്പുണ്ടാവില്ല. നേരത്തെ പറഞ്ഞ അതേ തത്വം അല്ലെ, വിശന്നാൽ മാത്രം ആഹാരം കഴിക്കാമെന്ന് പറഞ്ഞ പോലെ പനിയുള്ള സമയത്ത് വിശപ്പുണ്ടാവില്ല. വിശപ്പില്ലാത്ത ആഹാരം കഴിക്കേണ്ട എന്ന് പറഞ്ഞ അതേ തത്വം തന്നെ എവിടെ നിങ്ങൾ ഫോളോ ചെയ്യാനുള്ളത്. പനിച്ചാൽ അല്പം പോലും മനസ്സ് പ്രയാസപ്പെടാതെ ആ പനി മാറുന്നവരെ ക്ഷമയോടെ കാത്തിരുന്നാൽ സുഖമായി ഒരു മരുന്നുമില്ലാതെ പനി മാറിക്കിട്ടുമെന്നുള്ള വസ്തുത തിരിച്ചറിയുക. ചുരുക്കി പറഞ്ഞാൽ, ജീവിതശൈലി എന്ന രോഗം, അതിനൊട്ടേറെ മരുന്ന് കഴിക്കുന്നവരുണ്ട്. ആ മരുന്ന് കൊണ്ട് ഒട്ടേറെ രോഗങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ആ രോഗങ്ങൾക്ക് പലപ്പോഴും ചികിത്സ ആവശ്യമുള്ളത്. ഉദാഹരണം പറഞ്ഞാൽ, പ്രമേയ രോഗി 7 കൊല്ലം 8 കൊല്ലം മരുന്ന് കഴിച്ചു, ഇപ്പോൾ തരിപ്പ് വന്നു. ഇപ്പോൾ ചികിത്സ തരിപ്പിനാ, പ്രമേയത്തിനല്ല. പ്രമേയ രോഗിക്ക് ഉണ്ടാകുന്ന അസ്വസ്ഥത, അല്ലെങ്കിൽ തൈറോയ്ഡ് രോഗിക്ക് ഉണ്ടാകുന്ന അസ്വസ്ഥത, പ്രഷർ രോഗിക്ക് ഉണ്ടാകുന്ന അസ്വസ്ഥത, ശ്വാസമുണ്ടാകുന്ന അസ്വസ്ഥത, ഈ അസ്വസ്ഥതകൾക്കാണ് ചികിത്സിക്കേണ്ടത്. ഈ അസ്വസ്ഥതകൾ ചികിത്സിച്ചാൽ അത് സുഖപ്പെടും. അസ്വസ്ഥതകളെ ഇല്ലാത്ത അളവുകോലുകൾ ചികിത്സിക്കേണ്ടതില്ല. ആ അളവുകോലുകളെ നിങ്ങൾ തൽക്കാലം ഒന്ന് മാറ്റി നിർത്തിയിട്ട് അസ്വസ്ഥതകളെ മാത്രം ശ്രദ്ധിക്കുക, അതിന് ചികിത്സിക്കുക. ഏതുപോലെ ചോദിച്ചാൽ, ഞാൻ ആദ്യം പറഞ്ഞ പോലെ തേൻ രോഗശമനമാണ്. എന്തിന്? അസ്വസ്ഥതകൾക്ക്. പ്രമേയ രോഗി തേൻ കഴിച്ചിട്ട് ഷുഗർ കുറയുന്നു നോക്കുന്നതിന് പകരം അസ്വസ്ഥ കുറയുന്നു നോക്കൂ. അസ്വസ്ഥ കുറയും, അസ്വസ്ഥ മാറും. അസ്വസ്ഥതയാണ് രോഗം. ഇന്ന് ആളുകൾ അസ്വസ്ഥതയല്ല രോഗമായി കാണുന്നത്, ലാബ് റിപ്പോർട്ടുകളെയാണ്. ആ ലാബ് റിപ്പോർട്ടുകൾ ഒരു മനുഷ്യൻ്റെ വിശ്വാസത്തിലുണ്ടാക്കുന്ന കുഴപ്പം, അയാൾ കുഴപ്പമുണ്ടാക്കുന്ന പോലെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പൂച്ച, കറുത്ത പൂച്ച മറുകണ്ഠം ചാടുമുണ്ടാകുന്ന അസ്വസ്ഥത പോലെയാണത്. ആ വിശ്വാസം ഉണ്ടാക്കുന്ന അസ്വസ്ഥത, ആ വിശ്വാസം അയാൾ അസ്വസ്ഥത ഉണ്ടാക്കും, ഉറപ്പായിട്ടുണ്ടാക്കും. അതിനെ ഭയപ്പെടാത്തൊരാൾക്കൊരു അസ്വസ്ഥതയില്ല. അതാണ് ഞാൻ പറഞ്ഞത്. ഷുഗർ ലെവൽ 400-ലധികമായിട്ടും ഒരു അസ്വസ്ഥത ഇല്ലാത്ത ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. ഷുഗർ ലെവൽ 300 ആകുമ്പോഴേക്ക് തലകറങ്ങി വീഴുന്ന ആൾ നമ്മുടെ നാട്ടിലുണ്ട്. ഈ തലകറങ്ങി വീഴാനുള്ള കാരണം ഷുഗർ ലെവൽ കൂടിയതല്ല, അയാളുടെ മനസ്സിലുള്ള തെറ്റായ വിശ്വാസങ്ങളും തെറ്റിദ്ധാരണയാണ്. ഈ തെറ്റിദ്ധാരണ നിങ്ങൾ മാറ്റാൻ തയ്യാറുണ്ടെങ്കിൽ പ്രമേഹ രോഗത്തിന് നിങ്ങൾ ഭയക്കേണ്ടതില്ല, പ്രഷറിന് ഭയക്കേണ്ടതില്ല. സന്ധിവേദന പോലുള്ള രോഗങ്ങൾ ചികിത്സ സുഖപ്പെടും. ആമവാദം, രക്തവാദം പോലെ കുറേ പേരിട്ടിട്ട് ഇതൊരിക്കലും മാറില്ലെന്ന് വിശ്വാസം ഉണ്ടാക്കിയെടുക്കുക. ഒരിക്കലും മാറില്ലെന്ന് വിശ്വാസം ഉണ്ടാക്കിയെടുക്കുക ചെയ്യുന്നത്. ഈ വിശ്വാസം ആദ്യം മാറ്റിയിട്ട് ചികിത്സിച്ചാൽ രോഗം മാറും. നമ്മൾ കുഴപ്പം എന്താണെന്ന് ചോദിച്ചാൽ, രോഗത്തെപ്പറ്റി നമ്മൾ ആദ്യം ഒരു വിശ്വാസം ഉണ്ടാക്കിയെടുത്താന്നറിയോ? അതൊരിക്കലും മാറില്ല. ആ വിശ്വാസം ഉണ്ടാക്കിയെടുത്താൽ തന്നെ രോഗം മാറില്ല.
ആ വിശ്വാസം മാറ്റിയ ആൾക്ക് രോഗം മാറൽ എളുപ്പം സംഭവിക്കും. ഏതായാലും ഞാൻ എൻ്റെ ഭാഷണം അവസാനിപ്പിക്കുകയാണ്. ഇവിടെ വളരെ പ്രധാനപ്പെട്ട സെഷൻ ക്വസ്റ്റ്യൻ ആൻസർ സെഷനാണ്. ആ ക്വസ്റ്റ്യൻ സെഷന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ഭാഷണം അവസാനിപ്പിക്കുകയാണ്. ജീവിത ശൈലി രോഗങ്ങളായിക്കോട്ടെ, മറ്റേതെന്തെങ്കിലും രോഗങ്ങളായിക്കോട്ടെ, ഹോർമോൺ ഡിസോർഡർ എന്ന് പറഞ്ഞ രോഗങ്ങളായിക്കോട്ടെ, അല്ലെങ്കിൽ എന്തെങ്കിലും രോഗങ്ങൾ നിങ്ങൾക്കറിയോ ആ രോഗങ്ങളൊക്കെ ആയിക്കോട്ടെ, ആ രോഗങ്ങളൊക്കെ മരുന്നില്ലാതെ ചികിത്സിച്ച് സുഖപ്പെടുത്താൻ കഴിയും. പക്ഷേ ഇന്ന് നമ്മുടെ നാട്ടിൽ ചികിത്സിക്കുന്ന ഒട്ടേറെ രോഗങ്ങൾ ആ രോഗങ്ങളെയല്ല, രോഗങ്ങളെന്ന പേരിൽ അറിയപ്പെടുന്ന കുറേ കടങ്കഥകളാണ്, കുറേ അന്ധവിശ്വാസങ്ങളാണ്, കുറേ വിചാരങ്ങളാണ്. അതിൽ പെട്ടതാണ് പ്രമേഹം. ശരിക്കും ഞാൻ മനസ്സിലാക്കുന്നത് ഒരുപാട് തരം ഷുഗർ ലെവൽ കൂടാൻ ഒട്ടേറെ കാരണങ്ങളുണ്ട്. അതിൽ പാങ്ക്രിയാസിലെ ബീറ്റാസെൽ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കാത്തത് കൊണ്ടും പ്രമേഹമുണ്ട്. അത് ചികിത്സ മാറും. പക്ഷെ നമ്മുടെ നാട്ടിലെ പ്രമേഹ രോഗികൾ അധികവും പാങ്ക്രിയാസിലുള്ള ബീറ്റാസെൽ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കാത്ത പ്രമേഹ രോഗികളെക്കാൾ കൂടുതൽ ടെൻഷൻ കൊണ്ട് ഷുഗർ കൂടിയ പ്രമേഹ രോഗികൾക്കാണ് പാങ്ക്രിയാസിലെ ബീറ്റാസെൽ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കാത്തതിൻ്റെ പ്രശ്നപരിഹാരമായി നൽകുന്ന മരുന്ന് ഇത് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇത് തന്നെ ഒട്ടേറെ രോഗം ഉണ്ടാക്കും. തെറ്റായ ചികിത്സ, റോങ് ഡയഗ്നോസിങ്, ഇത് മനസ്സിലാക്കാൻ നിങ്ങൾ ചുരുക്കി പറഞ്ഞാൽ എൻ്റെ ഭാഷണം ഞാൻ അവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങളെ ചോദ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ചോദ്യം ചോദിക്കാനുള്ള ഫെസിലിറ്റി ഇവിടെ സംഘാടകർ ഒരുക്കിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത് ഏത് തരം രോഗമായാലും ആ രോഗങ്ങൾക്ക് മരുന്നില്ലാതെ നിങ്ങൾ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും മലപ്പുറം ജില്ലയിലെ എല്ലാ ഭാഗത്തും അക്യുപങ്ക്ചർ പഠിച്ച സിംഗിൾ പോയിൻ്റ് അക്യുപഞ്ചറിസ്റ്റുകളുണ്ട്. നിങ്ങൾ അവരെ സമീപിക്കാം. അവർ ക്വാളിഫൈഡ് അക്യുപഞ്ചറിസ്റ്റുകളാണ്. പക്ഷേ നിങ്ങൾ മരുന്ന് കഴിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ദയവചെയ്ത് അവരെ കാണാൻ പോകേണ്ടില്ല. മരുന്ന് ഒഴിവാക്കി രോഗം സുഖപ്പെടണം, അത് രോഗം ഏതായാലും അത് സുഖപ്പെടണം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർ പഠിച്ച ഒരു വിദ്യ എന്താണെന്ന് ചോദിച്ചാൽ നാഡീ പരിശോധനയിലൂടെ രോഗം അതിൻ്റെ കാരണം കൃത്യമായി തിരിച്ചറിഞ്ഞ് അതിനെ ചികിത്സിച്ച് രോഗി അനുഭവിക്കുന്ന അസ്വസ്ഥതകൾ വളരെ സാവധാനമായിക്കൊണ്ട് പരിപൂർണമായിക്കൊണ്ട് ഇനി ഒരിക്കലും അസ്വസ്ഥത അനുഭവിക്കാത്ത ഒരു അവസ്ഥയിലേക്ക് രോഗം സുഖപ്പെടുത്താൻ കഴിയുന്ന വളരെ ലളിതവും മനോഹരവും ചെലവ് കുറഞ്ഞതും ഒരു തരം പാർശ്വഫലങ്ങളില്ലാത്തതും ലോകാരോഗ്യ സംഘടന അംഗീകരിച്ചതും ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ പ്രത്യേകമായ അനുമതിയുമൊക്കെയുള്ള ഈ ചികിത്സ നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താം. നമ്മുടെ നാട്ടിൽ രോഗങ്ങൾ ഉണ്ടാക്കുന്നതിനേക്കാൾ പ്രയാസം പലപ്പോഴും മരുന്നുകളാണ് ഉണ്ടാക്കുന്നത് എന്ന് മനസ്സിലാവണമെങ്കിൽ നിങ്ങൾ എവിടെയും പോകേണ്ട കാര്യമില്ല. നിങ്ങൾ ഏതെങ്കിലും ഒരു ക്യാൻസർ രോഗിയെ പോയി സന്ദർശിച്ചാൽ മതി. ആ ക്യാൻസർ രോഗിക്ക് രോഗമെന്ന് പറഞ്ഞ് ഉണ്ടായ സമയത്ത് ഉണ്ടായതിനേക്കാൾ ഒട്ടേറെ പ്രയാസം നൽകിയ ചികിത്സ കൊണ്ട് അനുഭവിക്കുന്നത് കാണാം. അതുകൊണ്ട് ഞാൻ എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന ഓരോ ആളോടും എനിക്ക് പറയാനുള്ളത്, രോഗം ചികിത്സിച്ച് ഭേദപ്പെടുത്താൻ സാധിക്കും. രോഗമല്ലാത്ത ഒട്ടേറെ കാര്യങ്ങൾ രോഗമാണെന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് ചികിത്സ നൽകപ്പെടുന്നുണ്ട്. റോങ് ഡയഗ്നോസിങ് അതിലേറെയുണ്ട്. ഇത്തരം റോങ് ഡയഗ്നോസിങ്ങിൻ്റെ ഇരകൾ നമ്മുടെ നാട്ടിൽ വളരെ കൂടുതലാണ്. അത്തരം ഒരു അവസ്ഥ ഇനി ഉണ്ടാകരുത് എന്ന് MLA പറഞ്ഞതുപോലെ മനുഷ്യൻ്റെ ശരീരം കച്ചവടത്തിന് വിട്ടുകൊടുക്കാൻ സമ്മതിക്കില്ല എന്ന ഇന്നത്തെ അദ്ദേഹത്തിൻ്റെ പ്രസ്താവന ഞാൻ വീണ്ടും എടുത്തു പറഞ്ഞുകൊണ്ട് എൻ്റെ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. ഓരോ ആളുകൾക്കും അവർക്ക് മരുന്നില്ലാതെ ജീവിക്കാൻ ആവശ്യമായ സൗകര്യം ഇന്ന് മലപ്പുറം ജില്ലയിലുണ്ട്. മലപ്പുറത്തിൻ്റെ എല്ലാ ഭാഗത്തും മരുന്നില്ലാതെ എങ്ങനെ ജീവിക്കാം എന്ന് പഠിപ്പിക്കുന്ന ചികിത്സകർ, മരുന്നില്ലാതെ രോഗം സുഖപ്പെടുത്തി വീണ്ടും രോഗമില്ലാതെ അക്യുപഞ്ചർ ചികിത്സ പോലുമില്ലാതെ ഒരു ചികിത്സയുമില്ലാതെ ജീവിക്കാൻ ജനങ്ങളെ പര്യാപ്തമാക്കുക എന്നുള്ളതാണ് ഈ ചികിത്സാ പദ്ധതിയുടെ ഉദ്ദേശം. മരുന്നില്ലാത്ത ഒരു സമൂഹമായി മലയാളികൾക്ക് മാറാൻ കഴിയണം. അങ്ങനെ മരുന്നില്ലാതെ ജീവിക്കുമ്പോൾ, രോഗങ്ങൾ ഉണ്ടാകുമ്പോൾ ആ രോഗം മരുന്നില്ലാതെ സുഖപ്പെടുന്ന വഴി വളരെ ലളിതമായ ഈ പരിഹാരത്തിന് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് എല്ലാവർക്കും ജീവിക്കാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു. താങ്ക് യു. അസ്സലാമു അലൈക്കും.